Good morning, all. Okay, good morning. Okay, then class start ചെയ്തേണ്. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? സ്കിൽസ് ഓഫ് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് അല്ലെ? അപ്പൊ നമ്മള് എന്താണ് ഒരു ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് എന്ന് കണ്ടു. നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിലെ ആ ഒരു റിസപ്ഷൻ ഏരിയയിൽ തന്നെ ഡിനോട്ട് ചെയ്തതാണ് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അതായത് അവിടുത്തെ പേഴ്സണലിന് പറയുന്ന പേര് റിസപ്ഷനിസ്റ്റ് എന്നാണ്. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞത് സ്കിൽസ് എന്തൊക്കെയാണ് ഒരു ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവിൽ ഉണ്ടായിരിക്കേണ്ട സ്കിൽസ് എന്നാണ്. ഏതൊക്കെയായിരുന്നു സ്കിൽസ്? വായിക്കുന്നുണ്ടോ ഡെയിലി? എന്തൊക്കെയായിരുന്നു സ്കിൽസ്? പ്രൊഫഷണലിസം, പ്രോംപ്റ്റ്നെസ്, കോർട്ടസി ആൻഡ് ടീം വർക്ക്. ഓക്കെ, അപ്പൊ അതിൽ നമ്മള് പ്രൊഫഷണലിസോട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഒരു പോയിന്റ് ആണ്. പ്രൊഫഷണലിസത്തിൽ നമ്മൾ പറഞ്ഞ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. ദെൻ അവർക്ക് വേണ്ടുന്ന വർക്ക് എത്തിക്സ് എന്തൊക്കെയാണ് അല്ലെ? പങ്ക്ച്വാലിറ്റി, ടൈം മാനേജ്മെന്റ്, മാനേജ് മൾട്ടി ടാസ്കിംഗ്, ചെയിൻ ഓഫ് കമാൻഡ്, എറ്റിക്വിറ്റി, ടെലിഫോൺ, ലിങ്കിങ്, ഹോൾഡ്, ട്രാൻസ്ഫർ, വർക്ക് സ്പേസ്, then clean from clutter, organized, no food, drinks, covered containers, socializing, limited to break times. പോയിന്റ്സുകളാണ് വർക്ക് എത്തിക്സുകൾ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പഠിക്കാം കേട്ടോ. രണ്ടാമത്തെ സ്കില്ലാണ് നമ്മൾ ഇത് നോക്കാൻ പോകുന്നത്, പ്രോംപ്റ്റ്നെസ്. എന്താ പ്രോംപ്റ്റ്നെസ്? മലയാളത്തിൽ എന്താ പറയാ പ്രോംപ്റ്റ്നെസ്? കേട്ടിട്ടുണ്ടോ ടേം പ്രോംപ്റ്റ്നെസ്? എന്താ പ്രോംപ്റ്റ്നെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉടനടി അല്ലെങ്കിൽ വേഗത്തിൽ, തുരിതഗതിയിൽ എന്നൊക്കെ പറയാം അല്ലെ? അപ്പൊ ഒരു ഫ്രണ്ട് ഓഫീസിന് പ്രോംപ്റ്റ്നെസ് ആയിരിക്കും എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. ടെക്സ്റ്റിലേക്ക് നിങ്ങൾ നോക്കണ്ട, അല്ലാതെ തന്നെ ഒരു ഫ്രണ്ട് ഓഫീസിൽ നമ്മൾ പ്രോംപ്റ്റ്നെസ് ആയിരിക്കണം എന്ന് പറയുന്നത് ഫസ്റ്റ് ആക്ടിംഗ് ആണോ ഉദ്ദേശിച്ചത്? എന്തായിരിക്കും ഒരു ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന സ്റ്റാഫുകള് അവർ പ്രോംപ്റ്റ്നെസ് ആയിരിക്കണം എന്ന് പറയുന്നത്? വെയിറ്റിംഗ് ടൈം കുറയ്ക്കുക. ദെൻ അവരുടെ വർക്ക് എങ്ങനെയുള്ളതായിരിക്കണം? വെയിറ്റിംഗ് ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഫാസ്റ്റ് ആയിരിക്കണം അല്ലെ? അവര് ചെയ്യുന്ന പ്രവർത്തനങ്ങള് ഫാസ്റ്റിലാകുക, ആക്യുറസി ആയിരിക്കുക അല്ലെ? ഇപ്പൊ നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ, ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോൾ റിസപ്ഷനിലൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് പേര് ക്യൂ ഒക്കെ നിൽക്കുന്നുണ്ടാവും അല്ലെ? ചിലപ്പോൾ നമുക്ക് മതിയായി പോകും അല്ലെ? അപ്പൊ ഇത്രയും പേഷ്യൻസ് അവിടെ ക്യൂ നിൽക്കുകയാണ് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട്. സോ അവരുടെ അഡ്മിഷനും ബാക്കി കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ഫാസ്റ്റ്ലി ചെയ്തു കൊടുക്കാണ്. അതാണ് ഇവിടെ പ്രോംപ്റ്റ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം. Promptness is the integral as the receptionist is the point of contact for the external customer as well as the employees. Underline ചെയ്യാട്ടത്. Promptness പറഞ്ഞിട്ടുണ്ടെങ്കിൽ integral as the receptionist is the point of contact for the external customer as well as employee. അതായത് എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ് വരുന്ന പേഷ്യൻസിനും അതുപോലെ തന്നെ ജീവനക്കാർക്കുമുള്ള അവർക്കുമുള്ള ഒരു കോൺടാക്റ്റിനുള്ള ഒരു പോയിന്റ് ആണ് എന്ത്? എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് അല്ലെ? ഇപ്പോൾ ജീവനക്കാർക്കും അതുപോലെ തന്നെ നമ്മളൊരു പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് കടന്നു വരുമ്പോഴും നമ്മൾ ആദ്യമായിട്ട് ചെല്ലുന്നത് ഈ ഫ്രണ്ട് ഓഫീസ് ഓർ റിസപ്ഷനിലേക്കാണ് അല്ലെ? നമ്മൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എപ്പോഴും ഫ്രണ്ട് ഓഫീസ് അല്ലെങ്കിൽ റിസപ്ഷൻ സ്റ്റാഫുകളിലേക്കാണ്. സോ നമ്മൾ ഇങ്ങനെ ഒരു പേഷ്യന്റിനും അതുപോലെ തന്നെ ജീവനക്കാർക്കും നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്ന ഫസ്റ്റ് പോയിന്റ് ആയതിനാൽ തന്നെ അവരവരുടെ കാര്യങ്ങള് ഫാസ്റ്റ്ലി ചെയ്യണം, വെയിറ്റിംഗ് ടൈം ഒക്കെ കുറയ്ക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഒരുപാട് പേഷ്യൻസ് ക്യൂ ഒക്കെ നിൽക്കുന്നുണ്ടാവും. സോ നമ്മൾ എന്ത് വേണം? അവരവരുടെ കാര്യങ്ങള് വളരെ വേഗത്തിൽ ഉടനടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകളൊക്കെ റിസപ്ഷനിൽ അല്ലെ? അത്യാവശ്യം ടൈപ്പിംഗ് സ്പീഡും അല്ലെ കമ്പ്യൂട്ടറൊക്കെ അത്യാവശ്യം അറിയാവുന്നവരൊക്കെ ആയിരിക്കും എപ്പോഴും റിസപ്ഷനിൽ ഇരിക്കുന്ന സ്റ്റാഫുകൾ. സോ എല്ലാ കാര്യങ്ങളും ഉടനടി അവർക്ക് ചെയ്തു കൊടുക്കുന്ന പേഷ്യൻസ്. ഓക്കെ, ഇതാണ് പ്രോംപ്റ്റ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അർത്ഥം അറിയില്ലാത്തവര് സൈഡിലൊന്ന് ബ്രാക്കറ്റില് ഉടനടി, വേഗത്തിൽ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. പ്രോംപ്റ്റ്നെസ് ഓക്കെ എഴുതി വെക്കുക. അറിയില്ലാത്ത ടേംസ് ആണെങ്കിൽ നിങ്ങൾ സൈഡിൽ ബ്രാക്കറ്റിൽ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. പ്രോംപ്റ്റ്നെസ് ഉടനടി ഓർ വേഗത്തിൽ.
ഇനി മൂന്നാമത്തെ സ്കിൽ എന്ന് പറയുന്നത് കോർട്ടസി. എന്താ കോർട്ടസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോർട്ടസി ഈ ഒരു ടേം നമ്മൾ പല ചാപ്റ്ററിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താ കോർട്ടസി എന്ന് പറയുന്നത്? കോർട്ടസി വിനയം അല്ലെങ്കിൽ ഒരു മര്യാദയോട് കൂടി പൊളൈറ്റ് ആയിട്ട് എന്നൊക്കെയുള്ള ഒരു മീനിങ് ആണ്. ഓക്കെ, നോക്കാം. കോർട്ടസി ഉള്ളവരായിരിക്കും എപ്പോഴും. നിങ്ങളുടെ അറിവില് എങ്ങനെയാണ് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കാണുന്ന ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫുകള് പെരുമാറ്റം എങ്ങനെയാണ്? നിങ്ങളോടുള്ള പെരുമാറ്റം റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് ആണോ? എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ ഫീൽ ചെയ്തിരിക്കുന്നത്? ആണോ? എല്ലാവരുടെ അഭിപ്രായമുണ്ട് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകാറുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ഇതുപോലെ നമ്മളെ റിസപ്ഷനിലോ അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസിൽ പോയിട്ട് ചോദിക്കും നമ്മള് അഡ്മിഷൻ എടുക്കാനും മറ്റു കാര്യങ്ങൾ. സോ അവർക്ക് നമ്മളോടുള്ള ബിഹേവിയർ എങ്ങനെയായിരിക്കും? വളരെ സാമാന്യമായിട്ടാണ് വിനയത്തോട് കൂടിയിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ കേൾക്കും അല്ലേ? ദെൻ അതിനുള്ള മറുപടിയൊക്കെ നമുക്ക് തരാറുണ്ട്. നോക്കാം. കോർട്ടസി. Attention needs to be given every person who walk in. അല്ലെ? അതായത് ഓരോ നടന്നു പോകുന്നത് ആ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഓരോ വ്യക്തിയുടെയും ശ്രദ്ധ അവർ കേന്ദ്രീകരിക്കുന്നുണ്ട്. കാരണം ഓരോ വ്യക്തിയും അവരുടെ അടുത്തേക്ക് വരുന്ന ഓരോ വ്യക്തിയിലും അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവരുടെ ആവശ്യകത നിറവേറ്റി കൊടുക്കുന്നു. അവിടേക്ക് വരുന്ന ഓരോ പേഴ്സണിലും ഒരു അറ്റൻഷൻ, ഒരു ശ്രദ്ധ ഉണ്ടാകുന്നത് അല്ലെ? ഇപ്പൊ നമ്മൾക്കറിയാം പേഷ്യന്റ് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ചിലപ്പോ ബൈസ്റ്റാൻഡർ ചോദിക്കും എന്തെങ്കിലും ഡൗട്ട്സോ ഇപ്പൊ അഡ്മിറ്റഡൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഏത് റൂമിലാണ് ഇന്ന പേഷ്യന്റിന്റെ പേരൊക്കെ വന്ന് പറഞ്ഞിട്ട് നമ്മൾ ചോദിക്കും അല്ലെ? ഈ പേഷ്യന്റ് എവിടെയാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്? സോ വരുന്ന ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഓരോ പേഷ്യൻസിന്റെയും ശ്രദ്ധ, ഓരോ പേഴ്സൺസിന്റെയും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. However, important guests and clients should be treated with more attention in it. അതായത് പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗസ്റ്റുകൾ, അതായത് സ്പെഷ്യൽ ആയിട്ട് വരുന്ന ഇപ്പൊ കുറച്ച് നമുക്ക് VIP ഫീച്ചേഴ്സുകളും അങ്ങനെയുള്ള ഫീച്ചേഴ്സുകളും മറ്റ് ക്ലയൻസിനും നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്, കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്നു. എല്ലാവർക്കും ഒരുപോലെ ശ്രദ്ധ കൊടുക്കുന്നു എങ്കിലും കുറച്ചും കൂടി VIP പേഷ്യൻസിന് നമ്മൾ പബ്ലിക് റിലേഷൻസിൽ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? VIP പേഷ്യൻസ് വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺസിനൊക്കെ ആണെങ്കിൽ നമ്മൾ അവർക്ക് കുറച്ചുകൂടി ശ്രദ്ധയും കെയറും കാര്യങ്ങളൊക്കെ നമ്മൾ നൽകുന്നു അല്ലെ? മൂന്നാമത്തെ പോയിന്റ്, വെൽക്കം എവ്രി വൺ വിത്ത് എ സ്മൈൽ. എപ്പോഴും അവര് നല്ലൊരു സ്മൈലോട് കൂടി തന്നെയായിരിക്കും അവിടെ ഇരിക്കുന്നത് അല്ലെ? ആളുകളെ അവര് സ്വാഗതം ചെയ്യുന്നത് അവര് പുഞ്ചിരിയോട് കൂടിയാണ്. ഭയങ്കര ദേഷ്യം പിടിച്ച മുഖത്തോട് കൂടിയിട്ടാണോ റിസപ്ഷനിസ്റ്റ് ഇരിക്കുന്നത്? ഹോസ്പിറ്റലിൽ മാത്രമല്ല കേട്ടോ. നിങ്ങൾ ഏതൊരു ഇപ്പൊ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കൊള്ളണമെങ്കിൽ ഒരു ബാങ്കിൽ പോയി അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും മറ്റു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി ഒരു ഡെന്റൽ ക്ലിനിക്കിൽ പോയി എല്ലാവർക്കും ഒരു റിസപ്ഷൻ ഉണ്ടാകും അല്ലെ? സോ ഈ റിസപ്ഷനിൽ ഇരിക്കുന്ന സ്റ്റാഫുകൾ എപ്പോഴും സ്മൈലോട് കൂടി തന്നെയായിരിക്കും ഇരിക്കുന്നത് ആണോ? യെസ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്? കാരണം നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണോ വരുന്നത് അവിടേക്കുള്ള ഒരു ഫസ്റ്റ് പോയിന്റ് ആണ് ഈ റിസപ്ഷൻ എന്ന് പറയുന്നത് അല്ലെ? സോ ഫസ്റ്റില് നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കണം. അല്ലാതെ നമ്മൾ ഫസ്റ്റിൽ ചെല്ലുമ്പോൾ തന്നെ ഇവര് ഒരു ചിരിച്ചു പോകുന്നല്ല, ഭയങ്കര റഫ് ആയിട്ടാണ് നമ്മളോട് പെരുമാറുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മളത് പിന്നീടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകില്ല അല്ലെ? സോ വെൽക്കം എവരിവൺ വിത്ത് എ സ്മൈൽ. നല്ലൊരു സ്മൈലോട് കൂടിയിട്ടായിരിക്കണം ഓരോ വരുന്ന വ്യക്തികളെയും അവര് സ്വാഗതം ചെയ്യുവാൻ. Then contact with everyone has to be polite. എല്ലാവരോടും കോണ്ടാക്ട് ചെയ്യുമ്പോൾ, സമ്പർക്കം പുലർത്തുമ്പോൾ, കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെ? ഇപ്പൊ പേഷ്യൻസിനോടാണെങ്കിലും ബൈസ്റ്റാൻഡറിനോടാണെങ്കിലും നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഹാസ് ടു ബി പൊളൈറ്റ്. എപ്പോഴും ഒരു വിനയത്തോടു കൂടി അല്ലെങ്കിൽ എന്താ പറയാ ഒരു പൂജയ്ക്ക് ഒരു ബഹുമാനത്തോടു കൂടിയിട്ട് വേണം സംസാരിക്കുവാൻ. ക്ലിയർ ആണോ കോർട്ടസിയിൽ വരുന്ന പോയിന്റ്സ്? ഓക്കെ, പ്രോംപ്റ്റ്നെസ് ആൻഡ് കോർട്ടസി ഇത് രണ്ടും ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. പ്രോംപ്റ്റ്നെസ് കോർട്ടസി. പ്രോംപ്റ്റ്നെസ് കോർട്ടസി വായിച്ചു നോക്കാം.
ഓക്കെ, കംപ്ലീറ്റ് ചെയ്തല്ലോ കോർട്ടസി ആൻഡ് പ്രോംപ്റ്റ്നെസ്. ഇത് നാലാമതായിട്ട് പറയുന്ന സ്കിൽ എന്ന് പറയുന്നത് ടീം വർക്ക് ആണ് അല്ലെ. നമുക്കറിയാം നമ്മൾ എന്ത് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും ഒരു ടീം വർക്ക് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ടീം വർക്കിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടീം വർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തൊരുമിച്ച് നമ്മളൊരു ഗ്രൂപ്പ് ആയിട്ടിട്ട് പല പ്രവർത്തനങ്ങളും ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഗ്രൂപ്പ് വൈസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാവരുടെയും ഒപ്പീനിയൻ നമ്മൾ മാനിക്കണം. പലവർക്കും പല പല ആശയങ്ങളൊക്കെ ഉണ്ടാകും. ആ ആശയങ്ങളെയൊക്കെ ഒന്ന് ചേർന്ന് ഒരു കോർഡിനേഷൻ ഉണ്ടായിരിക്കണം അല്ലെ. പരസ്പരം ഒരു സഹകരണ മനോഭാവം ഉണ്ടായിരിക്കണം. അപ്പൊ ഓരോരുത്തരും കൃത്യമായിട്ട് അവരവരുടെ വർക്ക് ചെയ്യാൻ ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുക. ഓക്കെ, ടീം വർക്ക്. ടീം വർക്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തതെന്നാണ് പറയുന്നത്. നമുക്കറിയാലോ ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു സ്റ്റാഫ് മാത്രമായിരിക്കും ഉള്ളത് ആണോ? എങ്ങനെയാ ഫ്രണ്ട് ഓഫീസിൽ ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ടാവും. അവരെല്ലാവരും ഒരു ടീമാണ് അല്ലേ. അപ്പൊ അവരൊരു ടീം വർക്കാണ് ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നത്. ടീം വർക്ക്. Be respectful of all members of your team. നമ്മളുടെ ടീമിലുള്ള എല്ലാ മെമ്പേഴ്സിനോടും റെസ്പെക്ട് ഉണ്ടായിരിക്കണം അല്ലെ. പരസ്പരം ഒരു ദേഷ്യമോ അങ്ങനെയൊന്നും പാടില്ല, മറിച്ച് ഒരു റെസ്പെക്ട്ഫുൾ ആയിരിക്കുക. ഓരോ ടീം മെമ്പേഴ്സും തമ്മിൽ ദേഷ്യമോ വൈരാഗ്യമൊന്നും വരാതെ നല്ല രീതിയിൽ അവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബഹുമാനമൊക്കെ ഉണ്ടായിരിക്കുക. Be coachable, open-minded to help offered by your supervisor or other members of your team. Be coachable എന്താണ് ഇവിടെ പറയുന്നത്? Offered by your supervisor or other members of your team. അതായത് ഇപ്പൊ നമ്മളുടെ ടീമിൽ നോക്കാനായിട്ട് ഒരു സൂപ്പർവൈസർ ഉണ്ടാകും അല്ലെങ്കിൽ നമ്മൾ ഏത് മേഖലയിൽ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിലും അവിടെ ഒരു സൂപ്പർവൈസർ ഉണ്ടാകുമല്ലോ. സൂപ്പർവൈസർ ചെയ്യുന്നത് എന്താണ്? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ത് ചെയ്തു? സൂപ്പർവൈസ് ചെയ്തു. സോ ഒരു സൂപ്പർവൈസറും അല്ലെങ്കിൽ മറ്റു മെമ്പേഴ്സും എന്താണ് നമ്മളുടെ എന്തെങ്കിലും നമുക്ക് എന്താണ് ഇപ്പോ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പൊ ഓരോരുത്തരുടെ ആശയങ്ങളൊക്കെ പറയും ഇല്ലേ. നമ്മൾ പറഞ്ഞു ഒരു ടീമിലുള്ള എല്ലാവർക്കും ഒരേ ആശയങ്ങളായിരിക്കുമോ? ആണോ? നിങ്ങളുടെ ഒരാളുടെ ആശയമാണോ മറ്റൊരാളുടെ ആശയം എന്ന് പറയുന്നത്? അല്ല. ചിലപ്പോൾ നിങ്ങളിൽ നിന്നും കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ളൊരു എന്താണ് ആശയങ്ങൾ ഉണ്ടാകും അല്ലെ. അപ്പോ പലവർക്കും പല അഭിപ്രായങ്ങളൊക്കെ വരും. സോ ഇപ്പൊ സൂപ്പർവൈസർ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനൊക്കെ ആണെങ്കിൽ നിങ്ങളോട് വാഗ്ദാനങ്ങളൊക്കെ തരും. കാരണം ഇങ്ങനെ നമുക്ക് ചെയ്യാം, പുതിയൊരു ആശയങ്ങൾ നമുക്ക് തരും അല്ലെ. സോ അപ്പൊ നമ്മൾ എന്ത് വേണം? അതുപോലെ തന്നെ നമ്മളുടെ മെമ്പേഴ്സ്, നമ്മളുടെ ടീമിലെ ഒരു മെമ്പറും ഇതുപോലെ ആശയങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അതിനെ നമ്മൾ സ്വീകരിക്കാനും തയ്യാറായിരിക്കണം. ഓക്കെ, നമ്മള് എന്താണ് ഇപ്പൊ ഒരാൾ ആശയം പറയുകയാണ്, സൂപ്പർവൈസർ നിങ്ങളോട് ഇങ്ങനെ ഒരു കാര്യം നമുക്ക് ചെയ്യാം, അപ്പൊ കുറച്ചുകൂടി നമുക്ക് വ്യക്തമാക്കാൻ വേണ്ടി ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോ എന്താണ് കോൺസെപ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിശീലകൻ നിങ്ങളുടെ സൂപ്പർവൈസറോ അല്ലെങ്കിൽ ട്രെയിനിൽ നിങ്ങൾക്ക് എന്ത് തരുന്നു? എന്തെങ്കിലും കാര്യത്തിനോട് നമുക്ക് ചെയ്യാനായിട്ട് ഒരു ആശയം തരുന്നു. അതോടൊപ്പം തന്നെ ഒരു ടീമിലെ മെമ്പറും ആശയം തരുമ്പോൾ അത് സ്വീകരിക്കാനായിട്ട് നമ്മൾ തയ്യാറായിരിക്കണം. അല്ലാതെ ഒരാളുടെ ആശയം മാത്രമല്ല നമ്മളൊരു ടീമിൽ ചെയ്യേണ്ടത്. ഒരു ടീം വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കോർഡിനേഷൻ ആണ് ഏറ്റവും വേണ്ടത് കാര്യം അല്ലെ. സോ ഒരു ടീമിലെ എല്ലാവരുടെയും ആശയങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതാണ് ആ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മൂന്നാമതായിട്ട് പറയുന്നത് be willing to work together to accomplish department and institutional goals. കണ്ടോ, വീണ്ടും പറയുന്നത് നമ്മള് അവർ ഒരുമിച്ച് വർക്ക് ചെയ്യാനായിട്ട് വില്ലിംഗ് ആയിരിക്കണം. ഈ ടീമിലെ എല്ലാ അംഗങ്ങളും ഒരുമിച്ചിട്ട് അക്കംപ്ലിഷ് ആ ഡിപ്പാർട്ട്മെന്റിന്റെയോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെയോ ലക്ഷ്യം ഗോളിനെ അക്കംപ്ലിഷ് ചെയ്യാൻ, ആ ഗോളിന്റെ ലക്ഷ്യത്തിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യാനായിട്ട് തയ്യാറായിരിക്കണം അല്ലെ. ഇപ്പോൾ ചില ആളുകളുണ്ട് ടീം വർക്ക് ആണെങ്കിൽ കുറച്ച് കാരണം എനിക്ക് ആശയം മാത്രമാണ് എടുക്കാൻ പാടുള്ളൂ എന്ന് പറയും. അങ്ങനെയല്ല, ഒരുമിച്ച് എല്ലാവരുടെയും ആശയങ്ങൾക്കുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുക. willing to work together. വർക്ക് ചെയ്യാനായിട്ട് വില്ലിംഗ് ആയിരിക്കുക. നെക്സ്റ്റ് പറയുന്നത് be willing to share your knowledge with others. mentor and support your team members അല്ലെ. അതുപോലെ നമ്മളുടെ അറിവുകളും നമ്മൾ ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ mentor and support your team members. പുതിയ ആളുകളൊക്കെ നമ്മളുടെ സെക്ഷനിലോട്ടൊക്കെ പുതിയ മെമ്പേഴ്സ് ജോയിൻ ചെയ്യുമ്പോൾ അവരൊന്ന് മെന്ററൊക്കെ ചെയ്യുക, അവർക്കും സപ്പോർട്ട് കൊടുക്കുക. പുതിയ സ്റ്റാഫുകളൊക്കെ ട്രെയിനിങ്സ് ഒക്കെ ആയിട്ട് പുതിയ ആളുകൾ ജോയിൻ ചെയ്യുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാം. അടുത്ത പോയിന്റ്
Be willing to available and do your share of necessary extras. Take one for the team. അല്ലെ, അതായത് എന്താണ്, എക്സ്ട്രാ ടാസ്കുകളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഇപ്പൊ നമ്മള് കൂടുതൽ ടാസ്ക് ഒക്കെ വരുമ്പോൾ അത് ഷെയർ ചെയ്തിട്ട് ചെയ്യാനായിട്ട് നമ്മൾ വില്ലിങ് ആയിരിക്കണം. ഒരുമിച്ച് ടീമായിട്ട് ഒരാൾക്ക് തന്നെ എല്ലാ ഡ്യൂട്ടീസും കൊടുക്കാതെ അത് ഒരുമിച്ച് ഷെയർ ചെയ്തിട്ട് ആ ഒരു ടീമിലെ എല്ലാവരും ഒത്തൊരുമിച്ച് ചെയ്യാനായിട്ട് തയ്യാറായിരിക്കണം, വില്ലിങ് ആയിരിക്കാം. ഓക്കെ, ഫസ്റ്റത്തെ 5 പോയിന്റ് ആണ് പറഞ്ഞത്. അതിന്റെ 5 പോയിന്റ് അത് വായിച്ചു നോക്കാം കേട്ടോ. ഫസ്റ്റത്തെ 5 പോയിന്റ് വായിക്കാം. ഫസ്റ്റത്തെ 5 പോയിന്റ് ആണ് പറഞ്ഞത്. ഒരുപാട് പോയിന്റ്സ്, കുറച്ചുകൂടി പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? നെക്സ്റ്റ് പോയിന്റ് നോക്കാം. അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. Give recognition and credit wherever you can for a job well done or a difficult situation well handled. അതായത് എന്താണ് പറയുന്നത്? Give recognition and credit with credit wherever you can for a job well done or difficult situation well handled. അതായത് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ ജോബ് നല്ല വെൽഡായിട്ട് ചെയ്യുമ്പോഴും അതിനൊരു ക്രെഡിറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാതെ, അല്ലെ? നമ്മൾ പറയും നമ്മളൊരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മള് എന്തെങ്കിലും സ്കൂളിലൊക്കെ ആണെങ്കിൽ നമ്മൾ നല്ലൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ടീച്ചർ നമ്മളത് അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്യും, അല്ലെ? ഒരു അക്രെഡിറ്റ് ഒക്കെ നമുക്ക് കൊടുക്കും. അപ്പൊ നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാനായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ ആണ് കിട്ടുന്നത്. സോ അങ്ങനെയുള്ള ഒരു അപ്രീഷിയേഷൻ ഒക്കെ കൊടുക്കാം. ഓക്കെ, listen and be attentive to what your customer needs. ഉപഭോക്താവിനെ നമ്മൾ അവരെ ശ്രദ്ധിക്കാതെ, അതായത് പേഷ്യൻസ് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് വരുന്ന കസ്റ്റമറിനെ ലിസൺ ചെയ്യുക, ശ്രദ്ധിച്ചിട്ട് അറ്റൻറ്റീവ് ആയിട്ട് ശ്രദ്ധിക്കാം. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കാം. നമ്മളോട് വന്ന് ചോദിക്കരുത്. നമ്മൾ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന സ്റ്റാഫുകളാണെന്ന് വിചാരിക്കാം. നിങ്ങളുടെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സിന് അവരെ ശ്രദ്ധിക്കുക, അവരെ കേൾക്കുക. അവർക്ക് എന്താണോ നമ്മളോട് ചോദിക്കാനുള്ളത് അല്ലെങ്കിൽ അവരുടെ ആവശ്യം എന്താണോ അത് ശ്രദ്ധിച്ച് ശ്രദ്ധയോടുകൂടി കേട്ട് അതിനവർക്കുള്ള മറുപടി കൊടുക്കുക. Communication using clear business language and remembering to watch body language. അതായത് കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഒരു ബിസിനസ് ലാംഗ്വേജിലായിരിക്കണം. അതായത് ബിസിനസ് ലാംഗ്വേജ് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മളൊരു പൊസിഷനിലൊക്കെ ഇരിക്കുമ്പോളേ, ഇപ്പോ നമുക്കറിയാം നമ്മൾ വീട്ടിൽ സംസാരിക്കുന്ന ആ ഒരു എന്താ പറയാ, ലോക്കൽ ലാംഗ്വേജിലാണോ നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ സംസാരിക്കുന്നത്? അങ്ങനെയാണോ? അവിടെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ നമ്മൾ വരുത്തും, അല്ലെ? അവിടെ കുറച്ചും കൂടി നമ്മളുടെ ലാംഗ്വേജില് നമ്മളുടെ സംസാരത്തിൽ ഒരു മോഡിഫിക്കേഷൻ ഒക്കെ വരുത്തും, അല്ലെ? കുറച്ചും കൂടി ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. റിസപ്ഷനിൽ ഇരിക്കുന്ന സ്റ്റാഫുകളുടെ സംസാരം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? എങ്ങനെയായിരിക്കും അവരുടെ സംസാരം? നോർമലി നമ്മൾ ആ വീട്ടിൽ സംസാരിക്കുന്ന പോലെയാണോ? കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെ? കുറച്ച് സ്റ്റൈലൊക്കെ ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് സ്റ്റാൻഡേർഡ് ഒക്കെ ആയിട്ട് നല്ലൊരു സംസാരമായിരിക്കും. ഓവറായിട്ട് അതിൽ കൂടുതലൊന്നും സംസാരിക്കില്ല, അല്ലേ? അപ്പോൾ പറയുന്നത് അവരുടെ ബോഡി ലാംഗ്വേജും എല്ലാവർക്കും കാര്യങ്ങൾ പറഞ്ഞത് ക്ലിയർ ആയില്ല കേട്ടോ. എല്ലാവർക്കും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഓക്കെ, അല്ലെ? പിന്നെ അവരുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അല്ലെ? വ്യത്യാസമില്ല അതില്. അവർക്ക് അതിനുള്ള പ്രൈവസി കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത്. ബോഡി ലാംഗ്വേജ്. Be a lifelong learner at your job as well as your personal education. Then നമ്മളൊരു ലൈഫ് ലോങ് ലേണർ ആയിരിക്കണമെന്ന്, അല്ലെ? അതായത് നമ്മുടെ ജീവിതത്തിലൂടെ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണോ? പേഴ്സണൽ എഡ്യൂക്കേഷൻ ഒക്കെ ആണെങ്കിലും നമ്മൾ പുതിയ 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 കാര്യങ്ങൾ എപ്പോഴും ലേൺ ചെയ്തുകൊണ്ടിരിക്കുക, പഠിച്ചുകൊണ്ടിരിക്കാന്ന്
എപ്പോഴും നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നതോറും നമ്മളുടെ അറിവ് നഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല അല്ലെ? നമുക്ക് പുതിയ പുതിയ അറിവുകളാണ് കിട്ടുന്നത് അല്ലെ? ആർക്കെങ്കിലും ഇഷ്ടമാണോ? കുറെ പേർക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ് പഠിച്ചുകൊണ്ടിരിക്കാന്ന് പറയുന്നത് അല്ലെ? ആണോ? ഈ കൂട്ടത്തിലുണ്ടാവും കുറെ പേര് ഇതും കൂടെ ഉള്ളു ഞങ്ങൾക്ക് മതിയായി പഠിച്ച് അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിലാണ്. പക്ഷെ നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് കേട്ടോ. അപ്പൊ ഏതൊരു കോഴ്സ് എടുത്താലും നിങ്ങൾക്ക് പുതിയ പുതിയ അറിവുകളാണ് നിങ്ങളുടെ നോളജിന് കുറവ് വരുന്നില്ല, മറിച്ച് നമ്മളുടെ ഉള്ള അറിവുകൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ ഒരു കോഴ്സ് എടുത്തു, നിങ്ങൾ ഡിപ്ലോമ ചെയ്തു, അതുകൊണ്ട് PG എടുക്കുന്നു. ഡിപ്ലോമ എടുത്തപ്പോൾ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഹോസ്പിറ്റൽ എന്താണെന്നുള്ളത് ഓവറോൾ ഒരു ഐഡിയ കിട്ടി, പഠിച്ചു ഇല്ലേ? വീണ്ടും നിങ്ങൾ അതിൽ കൂടുതൽ അറിവ് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിനെ കുറിച്ച് വേണം എന്നുള്ള ഒരു ലക്ഷ്യമുള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ വീണ്ടും നമ്മൾ PG ചെയ്യുന്നത്. ആണോ? അങ്ങനെയല്ലേ? അല്ലാതെ നിങ്ങള് ഡിപ്ലോമ കഴിഞ്ഞ് ഞങ്ങൾക്ക് പഠിച്ചു മതിയായത് ഓർത്താണ് ഇരുന്നത് അല്ല. നമുക്ക് അതിലേയും കൂടുതൽ അറിവ് വേണം. ഇത് ഞങ്ങൾക്ക് ബേസിക് ആണ് ലഭിച്ചത് അല്ലെ? സോ കൂടുതലായിട്ട് നമുക്ക് ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയണം എന്നുള്ള ഒരു ആഗ്രഹത്താലാണ് നിങ്ങളും എന്ത് പഠിക്കുന്നത്, ഇപ്പൊ PG ചെയ്യുന്നത്. ആണോ? അല്ലേ? നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കാന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളുടെ അറിവാണ് അവിടെ വർദ്ധിച്ചു വരുന്നത്. ഓക്കെ, പഠിക്കുന്നത് ഇഷ്ടമുള്ള എല്ലാവർക്കും. ഇപ്പൊ നിങ്ങൾ പലവരും പല പല കോഴ്സുകളൊക്കെ പഠിച്ചു കഴിഞ്ഞ് വന്നിട്ടുള്ളവരായിരിക്കും. ചിലപ്പോൾ ഈ ഒരു ഹോസ്പിറ്റൽ ഫീൽഡായിട്ട് തന്നെ യാതൊരു ബന്ധമില്ലാത്ത ആളുകൾ ഉണ്ടാകാം അല്ലെ? ഹോസ്പിറ്റലായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു പനി ചുമയൊക്കെ വന്നപ്പോ ഹോസ്പിറ്റലിൽ പോയി മെഡിസിൻ വാങ്ങിച്ചിട്ടുള്ളവരായിരിക്കാം അല്ലെ? പലവരും പല പല മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാകാം അല്ലെ? ഈ ഒരു എന്താണ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു സയൻസ് മേഖലയിലും ഏറെ വ്യത്യസ്തമായിട്ടുള്ള മേഖലയിൽ ഇപ്പോ നിലവിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാകാം, പഠിച്ചിട്ടുള്ളവരുണ്ടാകാം അല്ലെ? നിങ്ങൾ പുതിയൊരു മേഖലയിലേക്കാണ് പഠിച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ആ ഒരു പുതിയൊരു മേഖലയിലെ അറിവ് കൂടിയാണ് നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നത്. ഓക്കെ, നോക്കാം. എഡ്യൂക്കേഷന്റെ കാര്യം പറഞ്ഞപ്പോ അവിടെ വരെ പറഞ്ഞു പോയതാണ് കേട്ടോ. ലാസ്റ്റ് സർവീസ് നോക്കാം. ബി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഓൾ പീപ്പിൾ ആൻഡ് സിറ്റുവേഷൻ. എല്ലാ പീപ്പിൾസിനെയും മനസ്സിലാക്കുക, അവരുടെ സിറ്റുവേഷൻസിനെ മനസ്സിലാക്കാം. Especially where you may have basis that the contrary always be willing to learn a new task, but stability goes a long way. അതായത് എല്ലാ ആളുകളെയും അതുപോലെ തന്നെ ആളുകളുടെ സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. പുതിയ ടാസ്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പഠിക്കാൻ തയ്യാറാവുന്നതാണ്. ഇപ്പൊ നമുക്കറിയാം പുതിയ പുതിയ സോഫ്റ്റ്വെയറും അങ്ങനെയുള്ള സംഭവങ്ങൾ ഓരോ ദിവസം പ്രതിവർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ പഠിക്കാനായിട്ട് ഫീലിംഗ് ആയിരിക്കണം. എനിക്കറിയാവുന്നതിനല്ല വേണ്ടത്, മറിച്ച് എന്ത് വേണം? പുതിയൊരു അറിവുകളെ കുറിച്ചിട്ടും അല്ലെങ്കിൽ എന്താണ് പുതിയ പുതിയ നോളജ് കാര്യങ്ങൾ നമുക്കറിയാം. ഓരോ ദിവസം പുതിയ പുതിയ സോഫ്റ്റ്വെയറുകൾ അപ്ഡേഷനുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പോ നമ്മൾ എന്ത് വേണം? പുതിയൊരു അറിവുകള്, പുതിയ നമുക്ക് അറിയില്ല എങ്കിൽ അതിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കണം. നമ്മൾ അതിനെ കുറിച്ച് ട്രെയിനിങ് ഉണ്ടായിരിക്കണം. അതിന് നമ്മൾ ഫീലിംഗ് ആയിരിക്കാം. ഓക്കെ, ഇത്രയും പോയിന്റ്സുകളാണ്. ടീം വർക്കിൽ വരുന്നത്. ടീം വർക്ക് ഒന്ന് വായിച്ചു നോക്കിയ പോയിന്റുകൾ വായിക്കാം കേട്ടോ. ടീം വർക്ക് ഒന്ന് പോയിന്റ്സ് വായിച്ചു നോക്കാം. നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഏകദേശം കഴിയാറായിട്ടുണ്ട്. കുറച്ച് സെക്ഷൻ മാത്രമുള്ളൂ കേട്ടോ. അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ ആയിരുന്നല്ലോ. അർത്ഥം മനസ്സിലാക്കി വായിക്കാട്ടോ നിങ്ങള്. കാരണം ഇത് കുറെ പോയിന്റ്സുകളാണ്. അപ്പൊ ഇത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കൊന്നും വേണ്ട, അർത്ഥം മനസ്സിലാക്കിയത് വായിച്ചു പോകാം. ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ അണ്ടർലൈൻ ചെയ്ത് പോകുന്നത് അതനുസരിച്ച് കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, നമ്മളുടെ ഫ്രണ്ട് ഓഫീസ് പറഞ്ഞ ഒരു സെക്ഷന്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ജസ്റ്റ് ഒന്ന് കൂടി നോക്കാം. ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ് അല്ലെ? നമ്മൾ പറഞ്ഞു ഫ്രണ്ട് ഓഫീസ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് സെക്ഷൻ ആണ്. അപ്പൊ ഒരു ഡെഫിനേഷൻ പഠിച്ചു. ഇത് നമ്മൾ പറഞ്ഞു സ്കിൽസ് ആണ്. പ്രൊഫഷണലിസം, പ്രോപ്റ്റിനെസ്, കോർട്ടസി ആൻഡ് ടീം വർക്ക്. 4 സ്കിൽസ് ആണ് ഒരു ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവിനെ ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? 4 സ്കിൽസ് ഇത് റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. ഓക്കെ, അപ്പൊ ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. ക്വാളിറ്റി പേഷ്യന്റ് കെയർ.
പേഷ്യൻസിന് ക്വാളിറ്റി ഉള്ള ഒരു കെയർ പരിചരണം കൊടുക്കുക. ക്വാളിറ്റി ഈസ് നെവർ ആൻ ആക്സിഡന്റ്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ക്വാളിറ്റി ഈസ് നെവർ ആൻ ആക്സിഡന്റ്. ഒരു കോട്ടാണ്. കോട്ട് വേണമെങ്കിൽ ഫുൾ ആയിട്ട് അണ്ടർലൈൻ ചെയ്യാം. സെന്റൻസ് വേണമെങ്കിൽ നോക്കാം. സെന്റൻസ് ഒന്ന് വായിക്കാം കേട്ടോ. Quality is never an accident. It is always the result of high intention, science, effort, intelligence, direction, and skillful execution. It represents the wise choice of many alternatives. എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് മനസ്സിലായോ? ക്വാളിറ്റി പേഷ്യന്റ് കെയർ ഒന്ന് വായിച്ചു നോക്കി. എന്താണ് കോട്ട്? ഒന്ന് വായിച്ചു നോക്കി. എല്ലാവരും വായിച്ചു നോക്കാം കേട്ടോ. എന്നിട്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായത് എന്ന് പറയാം. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പറയാം. ഓക്കെ, വായിച്ചു നോക്കാം. ക്വാളിറ്റി പേഷ്യന്റ് കെയർ. ഓക്കെ, വായിച്ചോ ക്വാളിറ്റി പേഷ്യന്റ് കെയർ? എന്നിട്ട് എന്താണ് മനസ്സിലാക്കിയത്? കുഴപ്പമില്ല, തെറ്റിപ്പോണെങ്കിൽ തെറ്റിപ്പോയിക്കോട്ടെ, കുഴപ്പമില്ല. നിങ്ങളുടെ ആശയം പറഞ്ഞോളൂ. നമുക്ക് ചെയ്യാം കേട്ടോ. എന്താ മനസ്സിലായത്? ക്വാളിറ്റി എഫോർട്ടിന്റെയും എഫോർട്ടിലൂടെയും പരിശ്രമത്തിലൂടെയൊക്കെ കിട്ടുന്നതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, വേറെ എന്തൊക്കെയാണ്? വേറെ ആർക്കും ഒന്നും മനസ്സിലായില്ല വായിച്ചിട്ട്? മനസ്സിലായില്ല? ക്വാളിറ്റി എന്നുള്ളത് പെട്ടെന്ന് ആക്സിഡൻസി ആയിട്ട് ഉണ്ടാകുന്നതല്ല. ഓക്കെ, പിന്നെ എങ്ങനെയാണ് ക്വാളിറ്റി വരുന്നത്? അത്രയുള്ള ആശയം. ഓക്കെ, നോക്കാം. ഏകദേശം നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ക്വാളിറ്റി ഈസ് നെവർ ആൻ ആക്സിഡന്റ്. ക്വാളിറ്റി ഒരിക്കലും ഒരു ആക്സിഡന്റ് ആയിട്ട് വരുന്നതല്ല, അല്ലെങ്കിൽ ഒരു അപകടമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഓൾവേസ് ദ റിസൾട്ട് ഓഫ്. ക്വാളിറ്റി എന്നുള്ളത് എന്തിന്റെ ഫലമാണ്? ഹൈ ഇന്റൻഷൻ, സിൻസിയർ എഫോർട്ട്, അല്ലെ? ആത്മാർത്ഥമായ പരിശ്രമത്തിന്റെയും ഹൈ ഇന്റൻഷൻ, ഉയർന്ന ഒരു ഉദ്ദേശത്തിന്റെയും ഇന്റലിജന്റ് ഡയറക്ഷൻ, അല്ലെ? അതായത് ഇന്റലിജൻസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ബുദ്ധിപരമായിട്ടുള്ള ഒരു മാർഗത്തിന്റെയും സ്കിൽഫുൾ എക്സിക്യൂഷൻ, അല്ലെ? ബുദ്ധിപരമായിട്ടുള്ള ഒരു ഡയറക്ഷൻ, ഒരു ദിശയുടെയോ അല്ലെങ്കിൽ സ്കിൽഫുൾ നമ്മുടെ കഴിവുകളുടെ ആ ഒരു എക്സിക്യൂഷൻ, നമ്മുടെ കഴിവുകളുടെ ഒരു പരിശ്രമം ഉണ്ടല്ലോ, ഇതിന്റെ എല്ലാം ഒരു ഫലമാണ് എന്ത്? ക്വാളിറ്റി കെയർ എന്ന് പറയുന്നത്, അല്ലെ? ഒരു ഗുണമേന്മയുള്ള ഒരു പരിചരണം എന്ന് പറയുന്നത് വെറുതെ നമുക്കൊരു ഗുണമേന്മയുള്ള പരിചരണം കൊടുക്കാൻ പറ്റിയ ഒരു വ്യക്തിക്ക് നമുക്ക് വാഗുകൊണ്ട് ഇങ്ങനെ പറയാൻ മാത്രമാണ് പറ്റുന്നത്. അത് എക്സ്പീരിയൻസ് ചെയ്യണം, അല്ലെ? ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. വെറുതെ നിങ്ങൾ ചുമ്മാ നോക്കിക്കൊണ്ട് അവിടെ ക്വാളിറ്റി ഉണ്ട് കേട്ടോ പറയാൻ പറ്റുമോ? കേട്ടോ, നിങ്ങൾ എക്സാമ്പിൾ ഒരു സാധനം വാങ്ങിക്കുകയാണ്, നിങ്ങൾക്ക് ആ ഒരു വസ്തുവിനെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് അതിന് ക്വാളിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ചിലപ്പോ നമുക്കത് യൂസ് ചെയ്ത് കഴിയുമ്പോഴാണോ അതിന് ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് പറയുന്നത്, ഇല്ലേ? ആണോ? നിങ്ങളൊരു ഡ്രസ്സ് എടുത്തു, നമുക്ക് ഒറ്റ നോട്ടത്തിൽ അതിന് ക്വാളിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ ക്വാളിറ്റി ഉണ്ടെന്ന് ഡ്രസ്സിന്? ഇല്ല. നമ്മളത് യൂസ് ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോ നമ്മൾ യൂസ് ചെയ്ത് വാഷ് ചെയ്യുമ്പോൾ
എന്താണ് ഫസ്റ്റ് വാഷിൽ ചിലപ്പോൾ കളർ ഫീഡ് ആയി പോകും, അല്ലെങ്കിൽ തുണി ഡാമേജ് ആകും അല്ലെ. നമ്മളുടെ ഉപയോഗത്തിലൂടെയാണ് നമുക്ക് അതിന് ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് പറയുന്നത്. നമ്മളുടെ എക്സ്പീരിയൻസ് ആണ് അത് അല്ലെ. അതുപോലെ തന്നെയാണ് ഒരു പേഷ്യന്റിന് ക്വാളിറ്റിയുള്ള കെയർ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മളുടെ എക്സ്പീരിയൻസിലൂടെ പറയാൻ പറ്റുള്ളൂ ഇല്ലേ. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി നിങ്ങൾക്ക് നല്ലൊരു ക്വാളിറ്റി ഉണ്ടോ എന്ന് എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കും? നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ള ഒരു കെയർ ആണോ ലഭിച്ചത് എന്നെങ്ങനെയാ നിങ്ങൾ മനസ്സിലാക്കാം? എങ്ങനെ മനസ്സിലാക്കാം? നമ്മള് ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ആലോചിച്ച് നോക്കിയേ. എക്സ്പീരിയൻസിലൂടെയാണ്. എങ്ങനെയെല്ലാം എക്സ്പീരിയൻസിലൂടെ? സംതൃപ്തിയിലൂടെ മനസ്സിലാക്കാം അല്ലെ. ഡിപ്ലോമ പഠിച്ചതൊക്കെ പയ്യെ ഓർമ്മയുണ്ട് അല്ലെ. ഓക്കെ, നമുക്കറിയാം ഇപ്പൊ നല്ലൊരു ഹോസ്പിറ്റൽ സേവനങ്ങള്, അവിടുത്തെ ഫെസിലിറ്റികൾ, എക്യുപ്മെന്റ്സുകൾ ഉണ്ടോ, നിങ്ങൾക്ക് ഹോസ്പിറ്റൽ സ്റ്റാഫുകളിൽ നിന്നും ഡോക്ടേഴ്സിൽ നിന്നുള്ള സേവനങ്ങൾ, ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് സർവീസസ് കിട്ടുന്നതനുസരിച്ച് അല്ലെ. അപ്പൊ നമുക്ക് അതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് നമുക്ക് അവിടെ കിട്ടുന്നത് ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് റിസൾട്ട് ഓഫ് എന്തിന്റെ എല്ലാം ഫലമാണ്? വേറെ നിർദ്ദേശത്തിന്റെയും പരിശ്രമത്തിന്റെയും ഡയറക്ഷൻ ഓഫ് സ്കിൽ എക്സിക്യൂഷന്റെയും അല്ലെ ഉയർന്ന ഒരു മാർഗത്തിലൂടെയും ഇതിന്റെ എല്ലാം വിപരീതമാണ് നമുക്കൊരു ക്വാളിറ്റി ലഭിക്കുന്നത്. അപ്പൊ നമുക്ക് എക്സ്പീരിയൻസിലൂടെ മാത്രമേ നമുക്ക് ക്വാളിറ്റി കെയർ ലഭിച്ചോ ഇല്ലയോ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അത് ജസ്റ്റ് ഫോട്ടോ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ, ക്വാളിറ്റി എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. പ്രൊവൈഡിങ് എക്സ്ട്രാ ഓർഡിനറി സർവീസസ്. നമ്മൾ പേഷ്യൻസിന് കെയർ കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന എക്സ്ട്രാ ഓർഡിനറി സർവീസസ് എന്തൊക്കെയാണ്? മറ്റു സർവീസസുകൾ നോക്കാം. എക്സീഡ് എക്സ്പെക്ടേഷൻസ്. എന്താ എക്സീഡ് പേഷ്യന്റ് എക്സ്പെക്ടേഷൻസ്? അതായത് പേഷ്യൻസിന്റെ എക്സ്പെക്ടേഷൻസിൽ കവിഞ്ഞ, അതായത് ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് അല്ലെ. അപ്പോ നമ്മൾ ചെല്ലുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാകും. പ്രതീക്ഷകൾ ഉണ്ടാവുമല്ലോ. പ്രതീക്ഷകളില്ലാണ്ടാണ് ആരെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. എന്തായിരിക്കും നിങ്ങളുടെ പ്രതീക്ഷ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ? ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ആ ഹോസ്പിറ്റലിൽ പോകുന്നതെന്ന് വിചാരിക്കാം. ഫസ്റ്റ്ലി നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു പ്രതീക്ഷ ഉണ്ടാകും. എന്തായിരിക്കും? എനിക്ക് നല്ലൊരു പരിചരണം കിട്ടും, അല്ലെങ്കിൽ നല്ല ഡോക്ടേഴ്സ് ആയിരിക്കും അല്ലെ, എനിക്ക് ബെറ്റർ കെയർ കിട്ടും, എന്റെ അസുഖം പൂർണ്ണമായിട്ട് ഭേദമാക്കും. ഓക്കെ, ഇതാണോ നമ്മളുടെ പ്രതീക്ഷ? ഇവിടെ പറയുന്നത് എക്സീഡ് പേഷ്യന്റ് എക്സ്പെക്ടേഷൻ. നമ്മൾ എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് അതിൽ കൂടുതൽ പ്രൊവൈഡ് ചെയ്യുക ഹോസ്പിറ്റല്. ഓക്കെ, പേഷ്യന്റിന് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്, അതിൽ കൂടുതൽ പ്രൊവൈഡ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ എക്സാമ്പിൾ പറയണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സംഭവം, എന്തെങ്കിലും ഒരു സാധനം പർച്ചേസ് ചെയ്തിരിക്കുക, പർച്ചേസ് ചെയ്ത് ഓൺലൈനോ എന്തെങ്കിലും പർച്ചേസ് ചെയ്തിരിക്കുകയാണെങ്കിൽ അപ്പൊ ഒരു കുറഞ്ഞ എമൗണ്ടിനാണ് നിങ്ങൾക്ക് സാധനം പ്രൊഡക്റ്റ് കിട്ടിയത്. പക്ഷെ പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചതിലും നല്ല എന്താ പറയാ ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് കിട്ടിയത് അല്ലെ. അപ്പൊ നമ്മളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമാണ് അവിടെ കിട്ടിയത്. നമ്മൾ അത്രയും വിചാരിച്ചില്ല, ഇത്ര വിലക്കുറവാണല്ലോ, സോ ഇത്രയും ക്വാളിറ്റി ഒക്കെ കുറവായിരിക്കും നമ്മൾ വിചാരിച്ചത്. പക്ഷേ പ്രൊഡക്റ്റ് വന്നപ്പോൾ എന്താണ്, നമുക്ക് കുറച്ചും കൂടി നമ്മളെ പ്രതീക്ഷിച്ചതിലും അപ്പുറം നല്ലൊരു ക്വാളിറ്റി ഉള്ളത് കിട്ടി. അതുപോലെ തന്നെയാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പുതുതായിട്ട് പോകുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കുന്നതിന് കുഴപ്പമില്ല, അത്യാവശ്യം ട്രീറ്റ്മെന്റ്സ് കിട്ടുമായിരിക്കുന്നു. പക്ഷേ നമുക്ക് അവിടെ ചെന്ന് നമുക്ക് ട്രീറ്റ്മെന്റ്സ് ഒക്കെ ലഭിച്ചപ്പോൾ നമ്മൾ എത്രത്തോളം വിചാരിച്ചോ അതിന് കുറച്ചുകൂടി ഒരു ഉയർന്ന തരത്തിലുള്ള പരിചരണം നമുക്ക് ലഭിക്കുന്നു. ഇതാണ് എക്സീഡ് പേഷ്യന്റ് എക്സ്പെക്ടേഷൻ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? എക്സീഡ് പേഷ്യന്റ് എക്സ്പെക്ടേഷൻ. ഓക്കെ, പോയിന്റ് മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നത്. കുഴപ്പമില്ലല്ലോ? ഓക്കെ ആണോ? നിങ്ങളുടേതായിട്ടുള്ള ഭാഷയില് നിങ്ങളുടെ രീതിയിലൊക്കെ പറഞ്ഞു തന്നതുള്ളൂ. ഓക്കെ, ഇത് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പഠിക്കൊന്നും വേണ്ട, പോയിന്റ്സുകളാണ്. ഇനി പോയിന്റ്സ് കുറച്ച് എന്താ പറയാ അർത്ഥം സിമ്പിൾ ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷെ തന്നിരിക്കുന്നത് ഇച്ചിരി വേർഡ്സുകൾ വ്യത്യാസവും കണ്ടുകെട്ടി വേർഡ്സുകളാണ്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിലെ രീതിയിലോട്ട് ഇത് കൂടി പറഞ്ഞു തരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ ഫസ്റ്റ് പോയിന്റ്? ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് നോക്കാം. Make the patients feel you care are doing your best. പേഷ്യൻസിന് ഫീൽ ചെയ്യണമെന്ന് നമ്മളുടെ നല്ലൊരു കെയറും കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ആണെന്നുള്ള രീതിയിൽ പേഷ്യൻസിന് ഫീൽ ചെയ്യാം. അതായത് നല്ല പരിചരണം, നല്ല കെയറും കാര്യങ്ങളൊക്കെ കൊടുക്കാം. പേഷ്യൻസിന് നമുക്ക് ഫീൽ ചെയ്യണം നല്ല എക്സ്പീരിയൻസ് ആണ്, നല്ല ട്രീറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഇവിടുത്തെ ഡോക്ടേഴ്സും സ്റ്റാഫുകളുടെയും പെരുമാറ്റം നോക്കിയാണത് പേഷ്യൻസിന് ഫീൽ ചെയ്യിപ്പിക്കാം. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്,
വാല്യൂ ഫോർ മണി ടൈം സർവീസസ് അല്ലേ? അതായത് പണത്തിന് മൂല്യമുള്ള സേവനങ്ങളാണെന്ന് തോന്നുന്നത്. അതായത് ഇപ്പൊ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെയാണ് പോകുന്നത്, നിങ്ങൾക്ക് അറിയാലോ, അറ്റ്ലീസ്റ്റ് ഒരു പനി വന്ന് നമ്മള് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരു മിനിമം കുറഞ്ഞത് എത്ര രൂപ ചെലവാകും? ഒരു ചെറിയൊരു പനിയായിട്ട് പോയിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റിലാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 1000 രൂപ അല്ലെ, ഒരു 1000 രൂപയ്ക്ക് ചെലവാകും. ചിലപ്പോ ഈ 1000 രൂപ നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് അതിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കണമെന്നില്ല ഇല്ലേ? ചിലപ്പോ അവര് ആവശ്യമില്ലാത്ത കുറെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ എനിക്ക് എഴുതിയിരിക്കുന്നത് പലപ്പോഴും നമുക്ക് അനുഭവപ്പെടുന്ന കാര്യമാണ് അല്ലെ? ഇവിടെ പറയുന്നത് വാല്യൂ ഫോർ മണി, അവര് നൽകുന്ന പണത്തിന് മൂല്യം ഉണ്ടായിരിക്കണം. അതായത് നമ്മള് പേഷ്യൻസിന്റെ രൂപ വാങ്ങിച്ചിട്ടുണ്ടോ ആ പണത്തിന് മൂല്യം ഉണ്ടാവണം. അതിനുള്ള ക്വാളിറ്റി ട്രീറ്റ്മെന്റ് കെയർ പേഷ്യൻസിന് കൊടുത്തിരിക്കണം. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആകുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് പല രീതിയിലും അനുഭവം ഉണ്ടാവും. ഇതുപോലെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്നാ നമ്മള് ചിലപ്പോൾ ആവശ്യമുള്ള മെഡിസിൻസ് ഒന്നും എഴുതിയിട്ടുണ്ടാവില്ല, വെറുതെ അനാവശ്യമായിട്ട് ഒരുപാട് ടെസ്റ്റുകളൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടാകും ഇല്ലേ? അനുഭവം ഇല്ലേ? എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അങ്ങനെ കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത്, നമ്മളുടെ പേഷ്യൻസിൽ നിന്ന് വാങ്ങിക്കുന്ന പണത്തിന് മൂല്യം ഉണ്ടായിരിക്കണം. ഓക്കെ, അടുത്ത പോയിന്റ്, അണ്ടർ പ്രോമിസ് ആൻഡ് ഓവർ ഡെലിവർ. അണ്ടർ പ്രോമിസ് ഓവർ ഡെലിവർ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് തന്നെയാണ്. പേഷ്യന്റിന്റെ പ്രോമിസിന് അവരുടെ ആ ഒരു എക്സ്പെക്ടേഷനേക്കാൾ കൂടുതൽ ഓവർ ഡെലിവർ നമ്മൾ കൊടുക്കേണ്ടത് അവരുടെ എക്സ്പെക്ടേഷനേക്കാൾ ഓവർ ഡെലിവർ ആണ്. അതാണ് കൂടുതലായിട്ടുള്ള സേവനങ്ങൾ കൊടുക്കാറുള്ള രീതി തന്നെയാണ് കേട്ടോ. Don't pass the patient bystander in around. അതായത് don't pass patients bystanders in and around. സെന്റൻസ് കുറച്ച് വളച്ചു തിരിച്ചിട്ട് തന്നിരിക്കുകയാണ് കേട്ടോ, അർത്ഥം മനസ്സിലാക്കാനുള്ള. ഡോണ്ട് പാസ് പേഷ്യന്റ്, അതായത് പേഷ്യൻസിന് അനാവശ്യമായിട്ട് ബുദ്ധിമുട്ടിക്കാതിരിക്കാതെ അല്ലെ? ഇപ്പൊ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നു, അപ്പൊ ചിലപ്പോ എന്തെങ്കിലും ടെസ്റ്റുകൾ പറഞ്ഞു, അപ്പൊ നമ്മൾ അവിടെ ചെന്നു, ഇതൊക്കെ എവിടെയാണെന്ന് അറിയില്ല ടെസ്റ്റ് എടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ചിലപ്പോ അവിടെ സെക്ഷനിൽ ചിലപ്പോ അവർ പറയും ബില്ല് ഇവിടെയല്ല, ബില്ല് വേറെ സ്ഥലത്ത് പോയി വാങ്ങിക്കണം. നമ്മൾ ഈ ടൊണ്ടി കറക്കാനൊക്കെ പറയും അല്ലെ? അങ്ങനെ ഇങ്ങനെ ഓടിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഇടയ്ക്ക് ഉണ്ടാവാറുണ്ടല്ലോ. അതൊക്കെ സ്വാഭാവികമാണ് അല്ലെ? സോ നമ്മൾ ഒരിക്കലും അങ്ങനെ പേഷ്യൻസിന് അനാവശ്യമായിട്ട് ബുദ്ധിമുട്ടിക്കാതിരിക്കാണ്. ക്ലിയർ ആയോ? അതായത് മാക്സിമം പേഷ്യൻസിന് വേണ്ടിയിട്ട് അവര് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, പേഷ്യൻസിനെ അങ്ങനെ ഇങ്ങോട്ട് ഓടിക്കാതെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. ഓക്കെ, treat every patient bystander as an individual with unique service needs and expectations. പേഷ്യൻസിനും അതുപോലെ തന്നെ ബൈസ്റ്റാൻഡറിനും അവർക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ ആവശ്യങ്ങളും സേവനങ്ങളും അവരുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ചുകൊണ്ടുള്ള അവരുടെ ആവശ്യങ്ങളും അവരുടെ സേവനങ്ങളും അവർക്ക് വേണ്ടിയിട്ടുള്ള സേവനങ്ങൾ ചെയ്തു കൊടുക്കുക. Then answer promptly to patient bystander needs. പേഷ്യൻസും ബൈസ്റ്റാൻഡറും അവരുടെ ആവശ്യങ്ങൾ നമ്മളോട് ഉന്നയിക്കുമ്പോൾ ആൻസർ പ്രോംപ്റ്റ്ലി ആയിട്ട് കൊടുക്കാതെ ഉടനടി പ്രത്യേകം പെട്ടെന്ന് തന്നെ മറുപടി കൊടുക്കുക. ഇനി അവർക്ക് നമ്മൾ ചോദിക്കുന്ന ഒരു ആൻസർ തരാൻ കഴിഞ്ഞില്ല എങ്കിൽ മറ്റൊരാളോട് ചോദിച്ചിട്ട് ഉടനടി തന്നെ എന്ത് ചെയ്യുക, പേഷ്യൻസിന് ബൈസ്റ്റാൻഡറിനുള്ള ആൻസർ കൊടുക്കുക. ഓക്കെ, അത്രയും പോയിന്റ് ഒന്ന് വായിച്ചു നോക്കി. 7 പോയിന്റ്, ആദ്യത്തെ 7 പോയിന്റ് ആണ്, ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഫസ്റ്റ് 7 പോയിന്റ് ഒന്ന് വായിക്കാം, എളുപ്പമാണ്. ചില വേർഡ്സുകൾ അങ്ങോട്ടൊക്കെ തിരിച്ചിട്ടൊന്നും മാത്രമുള്ളൂ കേട്ടോ. വായിച്ചു നോക്കി. 7th ആണോ? അതായത് പേഷ്യൻസും അതുപോലെ ബൈസ്റ്റാൻഡറൊക്കെ വന്നിട്ട് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിനുള്ള മറുപടിയൊക്കെ കൊടുക്കാണ്. അവരുടെ എക്സ്പെക്ടേഷനിലും ഇപ്പൊ അവരുദ്ദേശിച്ചല്ലോ നമുക്ക് ഇത്രയും സേവനങ്ങളൊക്കെ കിട്ടും, അതിലുപരി നല്ല രീതിയിൽ മറുപടിയൊക്കെ പറഞ്ഞു കൊടുക്കാണ്. ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ. 6ാമത് പറയുന്നത് പേഷ്യൻസിനെയും ബൈസ്റ്റാൻഡറെയും വിട്ട് ബുദ്ധിമുട്ടിക്കാതിരിക്കാം. ഇപ്പൊ നമ്മൾ പറയില്ലേ, ഇപ്പൊ ലബോറട്ടറിയിൽ പോണം, അപ്പൊ അവിടെ ചെല്ലുമ്പോൾ പറയും ബില്ല് കിട്ടിയിട്ടില്ല, ചീട്ട് കിട്ടിയിട്ടില്ല, അങ്ങനെ കണ്ടിട്ട് പേഷ്യൻസിനെ വെട്ടത്തിറങ്ങാന്നൊക്കെ പറയില്ലേ? അങ്ങനെ ഒന്നും ചെയ്യാത്ത രീതിയിൽ പേഷ്യൻസിനെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പരിഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? നിങ്ങൾ ഓരോരുത്തരും ഹോസ്പിറ്റലിൽ പോകുന്നവരാണല്ലോ.
അപ്പൊ നമുക്ക് പലതവണ ഇത്തരത്തിലുള്ള നമ്മൾ പല പോയിന്റ്സുകളും നമുക്ക് സ്വന്തം അനുഭവത്തിൽ ഉണ്ടാകും. ഓക്കെ, വായിച്ചു നോക്കുക കേട്ടോ. 7 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കുക. കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും? വായിച്ചോ 7 പോയിന്റ്സ്? നെക്സ്റ്റ് വൺ നോക്കാം. Determined by degree of empathy, caring, individual attention shown. പേഷ്യൻസിനോട് ഒരു എംപതി ഉണ്ടായിരിക്കുക, ഒരു കെയറിംഗും ഇൻഡിവിജ്വൽ അറ്റൻഷൻ, അതായത് ഓരോ വ്യക്തിയും പ്രത്യേകം ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കുക. You represent the organization. സംഘടനയുടെ ഒരു റെപ്രസെന്റ് ആയിട്ട് നിലനിൽക്കുകയാണ്. സംഘടന എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ ഒരു പ്രതിനിധിയായിട്ട് നിലകൊള്ളുക. Then every contact offers you a new opportunity for self-enrichment. ഓരോ പുതിയ പുതിയ കോണ്ടാക്ട്, അതായത് നമ്മൾ പുതിയ പുതിയ വ്യക്തികളെ പരിചയപ്പെടുകയാണ് അല്ലെ. ഒരു ഹോസ്പിറ്റൽ സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ഡെയിലി ഓരോ ദിവസവും പുതിയ പുതിയ പേഷ്യൻസ് വരും. ഓരോ സാഹചര്യത്തിൽ നിന്നുള്ള പേഷ്യൻസ് ആണ് അല്ലെങ്കിൽ ബെസ്റ്റാൻഡേഴ്സ് ആണ് കണ്ടുമുട്ടുന്നത്. സോ ഓരോ കോണ്ടാക്ടിലും പുതിയ പുതിയൊരു സെൽഫ് എൻറിച്ച്മെന്റ്, പുതിയൊരു അവസരമാണ് നമുക്ക് ഓരോ വ്യക്തികളെ കൂടുതൽ അറിയാനും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. That handles emotional situations well. Emotional situation ഉണ്ടെങ്കിൽ ഹാൻഡിൽ ചെയ്യുക. Provide positive strokes where appropriate. പോസിറ്റീവ് സ്ട്രോക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഉചിതമായിട്ടുള്ള ഇടങ്ങളിൽ നമ്മൾ പോസിറ്റീവ്നെസ് ഒക്കെ കൊടുക്കാണ്. അതായത് ഉചിതമായിട്ടുള്ള സ്ട്രോക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഉചിതമായിട്ടുള്ള ഇടങ്ങളിൽ, അതായത് നമുക്ക് അറിയാലോ എങ്ങനെയാണ് പെരുമാറേണ്ടത്. ചില പേഷ്യൻസിനോട് അവരുടെ സാഹചര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് അല്ലെ, ചിലവര് അവരുടെ അസുഖത്തെ തുടർന്നിട്ടുള്ള ഒരു മോശമായിട്ടുള്ള സിറ്റുവേഷനിൽ പോകുന്ന ഒരു സമയമായിരിക്കാം. സോ അവരോടൊക്കെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സിൽ പെരുമാറുക. Undivided attention to your patient and bystanders. Undivided attention, അതായത് എന്താണ് നേരത്തെ പറഞ്ഞ പോയിന്റ്സ് തന്നെ. അൺഡിവൈഡഡ് ചെയ്യാതിരിക്കാവുന്നത്, അതായത് പേഷ്യൻസിനെയും ബൈസ്റ്റാൻഡേഴ്സിനെയും ബുദ്ധിമുട്ടിക്കാതെ, ഇപ്പൊ പല കാര്യങ്ങളും ഇങ്ങനെ കുറെ ഡിമാൻഡ് ചെയ്ത് കൊടുക്കാതെ അവര് തന്നെ ഹോസ്പിറ്റലിൽ സ്റ്റാഫുകൾ തന്നെ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. നമ്മൾ തന്നെ ഇപ്പൊ പല ഏരിയകളും ബില്ലടക്കാനും മറ്റുമായിട്ട് ഇങ്ങനെ നമ്മൾ പേഷ്യൻസിലേക്ക് ചുറ്റിക്കറക്കാതെ അവര് തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. പേഷ്യൻസിനെ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡറെയും മറ്റും ബുദ്ധിമുട്ടിക്കാതെ ഇരിക്കും. Then be natural, not fake or mechanical. നമ്മള് നാച്ചുറൽ ആയിട്ട് ഇരിക്കും എപ്പോഴും അല്ലെ, എല്ലാവർക്കും സ്വാഭാവികമായിരിക്കണം. ഒരിക്കലും ഒരു തെറ്റായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പേഷ്യൻസ് ചെയ്തു കൊടുക്കാൻ പാടില്ല. എല്ലാവർക്കും നമ്മൾ നാച്ചുറൽ ആയിട്ട് ചെയ്യാവുന്നത്. അവരോട് നമ്മൾ തെറ്റൊന്നും ചെയ്യാൻ പാടില്ല, തെറ്റൊന്നും ചെയ്യരുത്. നോർമൽ ആയിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതിനകത്തൊരു കള്ളത്തരമൊന്നും പാടില്ല. Be positive, energetic, helpful and cordial. എന്താണ് പറയുന്നത്? എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുക, എനർജറ്റിക് ആയിരിക്കുക, ഹെൽപ്ഫുൾ ആൻഡ് കോർഡിയൽ. കോർഡിയൽ എന്ന് വെച്ചാൽ ഒരു സൗഹാർദ്ദപരമായിരിക്കുക. ലാസ്റ്റ് വൺ, ബി യുവർ പേഷ്യൻസ് ബൈസ്റ്റാൻഡർ ഏജന്റ്. പേഷ്യന്റിന്റെയും ബൈസ്റ്റാൻഡറിന്റെയും ഒരു ഏജന്റ് ആയിട്ട് തന്നെ ഹോസ്പിറ്റലിൽ അവിടുത്തെ സ്റ്റാഫുകളും പ്രവർത്തിക്കുക. ഓക്കെ,
ഇത്രയുമാണ് നമ്മൾക്ക് കൊടുക്കുന്ന പ്രൊവൈഡിങ് എക്സ്ട്രാ ഓർഡിനറി സർവീസസ് എന്ന് പറയുന്നത്. കുറെയൊക്കെ നമ്മള് സ്വന്തം നിങ്ങളുടെ അനുഭവങ്ങൾ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ഇത് വായിച്ചു നോക്കാം കേട്ടോ. ചില പോയിന്റുകൾ എന്താ പറയാ ഒത്തിരി വളച്ചൊടിച്ച് തന്നിരിക്കുന്നതുള്ളൂ സെന്റൻസ്, അതൊക്കെ നമ്മള് സ്വന്തം അനുഭവം തന്നെയാണ് കേട്ടോ. വായിച്ചു നോക്കാം. പോസിറ്റീവ് സ്ട്രോക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഇടങ്ങളിൽ എപ്പോഴും നമ്മൾ എല്ലായിടത്തും പോയിട്ട് പോസിറ്റീവായിട്ട് പ്രഷറായിട്ട് സംസാരിക്കാൻ പറ്റില്ല. ആ സിറ്റുവേഷൻസ് നോക്കിയിട്ട് അവരോട് ബിഹേവ് ചെയ്യാം. Okay, completed or providing extraordinary services. Then next one, ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ. What do patients and bystander want? Patients ഉം ബൈസ്റ്റാൻഡറും ഹോസ്പിറ്റലിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്താണ്? To receive an apology. ഒരു apology അവർ പ്രതീക്ഷിക്കുന്നുണ്ടത്. To be offered a fair fix for problem. Fair fix എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനുള്ളൊരു പരിഹാരം നമ്മൾ പേഷ്യൻസ് ആയിട്ടുണ്ടെങ്കിൽ ബൈസ്റ്റാൻഡർ പ്രതീക്ഷിക്കുന്നു. To be treated in a caring manner. മാനർ ഉദ്ദേശിക്കുന്നത് അതായത് ഒരു കരുതല് നമ്മളോട് ഒരു ട്രീറ്റ് ചെയ്യുന്നത് ഒരു കരുതലോട് കൂടിയിട്ടാണെന്നുള്ള ചിന്ത ഉണ്ടായിരിക്കണം. Not treated like a nuisance. അതായത് ഒരു ശല്യമായിട്ട് ഒരിക്കലും പേഷ്യൻസിനോട് പെരുമാറരുതെന്ന് അല്ലെ. ചിലവരുണ്ട് അതുപോലെ ഭയങ്കര ദേഷ്യപ്പെട്ട നഴ്സുമാരുണ്ടാകും അല്ലെ. ഒരു സ്റ്റേഫുൾ ആണ്, ഒരു ദയില്ലാത്തൊരു അങ്ങനത്തെ വ്യക്തിത്വങ്ങളും ഉണ്ടാകാം. സോ ഒരു അവര് പേഷ്യൻസിന് ഒരു nuisance ആയിട്ട് കരുതാൻ പാടില്ല. ഇഫക്റ്റീവ് സർവീസസ്, റിക്കവറി പ്രൊസീജിയേഴ്സ്. ഇഫക്റ്റീവ് ആയിട്ടുള്ള സേവനങ്ങൾ കൊടുക്കുക. അവരുടെ റിക്കവറി പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ട് എന്താണ് വളരെ ഇഫക്റ്റീവും കാര്യക്ഷമമായിട്ടൊക്കെ ഉള്ളൊരു സർവീസസും സേവനങ്ങളും ഒരു അർപ്പണബോധമൊക്കെ ഉണ്ടായിരിക്കാം പേഷ്യൻസിനോട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു പേഷ്യൻസ് അല്ലെങ്കിൽ ബൈസ്റ്റാൻഡർ ആഗ്രഹിക്കുന്നത്. വായിച്ചു നോക്കാം പോയിന്റ്സ്. കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യം ഒരു വലിയ ചാപ്റ്റർ ആയിരുന്നു അല്ലെ. ഫെയർ ഫിക്സ് എന്ന് വെച്ചാൽ ആ പ്രശ്നത്തിൽ സോൾവ് ചെയ്യാനുള്ള ഒരു മറുപടി നമ്മൾ കൊടുക്കുകയാണ്, പ്രശ്ന പരിഹാരം. ഓക്കെ, അപ്പൊ ഇത് ഈ ഒരു ചാപ്റ്ററിലെ മിസ്സായിട്ടുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ, എക്സാം ഒക്കെ ആയിട്ടും എന്താണ് ക്ലാസ് ഒക്കെ മിസ്സായിട്ടുള്ളവരുണ്ടാകും. അങ്ങനെയുള്ളവരെ തീർച്ചയായിട്ടും ആ ഒരു റെക്കോർഡ് ക്ലാസ്സുകൾ കാണുക. ഓക്കെ, ദെൻ ജസ്റ്റ് ഒന്ന് ഞാൻ ഓടിച്ചു നോക്കിയാൽ ഇപ്പൊ നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ കുറച്ചധികം ഉണ്ട്. ഓക്കെ, പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പറയാൻ കേട്ടോ. എവിടെയെങ്കിലും നമ്മൾ അണ്ടർലൈൻ ചെയ്യാൻ വിട്ടുപോയതൊക്കെ ഉണ്ടെങ്കിൽ നോക്കുക. ക്ലാസ് മിസ് ആയിട്ടുള്ളവരുണ്ടെന്ന് എനിക്കറിയാം.
Then record ക്ലാസ്സുകൾ കാണണം. ക്ലാസ് കണ്ടതിന് ശേഷം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം. ഓക്കെ. പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിൽ നമ്മള് പഠിച്ചു. പേഷ്യൻസിന്റെ റൈറ്റ്സ് എന്തൊക്കെയാണ്? എന്തൊക്കെയായിരുന്നു? കെയർ, കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് ഡിഗ്നിറ്റി, ഇൻഫോർമേഷൻ, പ്രിഫറൻസസ്, റൈറ്റ് ടു റിഡ്രസ്. ഓക്കെ, 5 കാര്യങ്ങളാണ് പേഷ്യൻസിന്റെ റൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പേഷ്യന്റ് റെസ്പോൺസിബിലിറ്റി, പേഷ്യൻസിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന്. Honesty in disclosure, treatment compliance, intent for health promotion, transparency, honesty, conduct. Framework. ഇത് നമ്മൾ കൺസെന്റ് എന്താണെന്ന് പഠിച്ചു അല്ലേ? കൺസെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? The element of consent is one of critical issues in medical treatment. മെഡിക്കൽ ട്രീറ്റ്മെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കൺസെന്റ് എന്ന് പറയുന്നത്. കൺസെന്റിനെ പരാമർശിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ 21-ലാണ്. ഓക്കെ, അത് 2 കാര്യങ്ങൾ ഓർത്തിരിക്കുക. Then MCI നമ്മൾ പഠിച്ചു. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ, MCI ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ. ഇത് നമ്മള് ഇൻഫോർമഡ് കൺസെന്റ് എന്താണെന്ന് പഠിച്ചു കേട്ടോ. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഫോർമഡ് കൺസെന്റ് മീൻസ് പേഷ്യൻസ് റിസീവ് ഇനഫ് ഇൻഫോർമേഷൻ ടു മേക്ക് ആൻ എഡ്യൂക്കേറ്റഡ് ഡിസിഷൻ അബൌട്ട് ദെയർ ട്രീറ്റ്മെന്റ്. അവർക്ക് അവരുടെ ട്രീറ്റ്മെന്റ്സിനെ കുറിച്ച് അറിവുണ്ടായിരിക്കും അല്ലേ? ഇൻഫോർമഡ് കൺസെന്റിന്റെ പർപ്പസ് നോക്കാം. ലീഗല് പൊതു പർപ്പസുകൾ പുറത്തു വയ്ക്കുക. ഇത് നമ്മൾ അടുത്തതായിട്ട് പഠിച്ചത് ഗസ്റ്റ് റിലേഷനും പബ്ലിക് റിലേഷനെ കുറിച്ചാണ്. ദെൻ പബ്ലിക് റിലേഷന്റെ കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. അതൊക്കെ നമ്മൾ ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ട്. പബ്ലിക് റിലേഷൻ നോക്കാം. ദെൻ അതിന്റെ ഡെഫിനേഷൻ പഠിച്ചു വെക്കണം. ദെൻ പബ്ലിക് റിലേഷന്റെ ഇമ്പോർട്ടൻസ്, റെസ്പോൺസിബിലിറ്റീസ് പോയിന്റ് ആണ് പഠിക്കുക. ദെൻ പബ്ലിക് റിലേഷൻസിന്റെ ഇൻഡിക്കേറ്റേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Then next നമ്മൾ നോക്കിയത് ഗസ്റ്റ് റിലേഷൻ അല്ലെ? ഗസ്റ്റ് റിലേഷൻ ഓഫീസർ അറിയപ്പെടുന്ന മറ്റു പേരാണ് ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്റർ ഓർ ഗസ്റ്റ് റിലേഷൻ സ്പെഷ്യലിസ്റ്റ്. Then അദ്ദേഹത്തിന്റെ റോൾ എന്താണ്? സ്കിൽസ് നോക്കണം. സ്കിൽസ് ഓഫ് ഗസ്റ്റ് റിലേഷൻ, ട്രാവൽ പ്രൊഡക്റ്റ്, ഹയർ ബാങ്ക് ഡെപ്പോസിറ്റ്സ്, ആ പോയിന്റ്സുകൾ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. Then ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ് ആണ് നമ്മൾ നോക്കിയത്. അതിന്റെ ഒരു ഡെഫിനേഷൻ നോക്കണം. എന്താണ് ഫ്രണ്ട് ഓഫീസ്? നമ്മൾ പറഞ്ഞു യൂസ് ചെയ്തത് റിസപ്ഷൻ ഏരിയ തന്നെയാണ്. അവിടുത്തെ പേഴ്സണൽ പറയുന്ന പേരാണ് റിസപ്ഷനിസ്റ്റ്. ദെൻ സ്കിൽസ് ആണ്. 4 സ്കിൽസ് ആണ് ഫ്രണ്ട് ഓഫീസ് വേണ്ടത്. പ്രൊഫഷണലിസം, പ്രോംപ്റ്റ്നെസ്, കോർട്ടസി, ടീം വർക്ക്. ദെൻ ഉള്ളിലുള്ള പോയിന്റ്സുകൾ പഠിക്കണം. ദെൻ ക്വാളിറ്റി പേഷ്യന്റ് കെയർ എന്താണ്? നമ്മൾ കൊടുക്കുന്ന എക്സ്ട്രാ ഓർഡിനറി സർവീസസുകൾ ലാസ്റ്റ് വരെ നമ്മൾ പഠിച്ചു. പേഷ്യൻസും ബൈസ്റ്റാൻഡറും ആഗ്രഹിക്കുന്നത് എന്താണ്? ഇത്രയൊക്കെയാണ് ഈ ഒരു 3rd ചാപ്റ്റർ പേഷ്യന്റ് റൈറ്റ്സിൽ പറയുന്നത്. ഏകദേശം ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ? ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോയവർക്ക് കുഴപ്പമില്ല, മിസ്സായിട്ടുള്ളവർ കുഴപ്പമില്ല. നിങ്ങൾ മിസ്സായിട്ടുള്ള ഭാഗങ്ങൾ ഏതാണോ അതിന്റെ റെക്കോർഡ് ക്ലാസ്സുകൾ കാണാം. ഓക്കെ, അത്യാവശ്യം എല്ലാ ചാപ്റ്ററുകളും വലിയ ചാപ്റ്ററുകളാണ് അല്ലേ? പഠിക്കാനും കുറച്ചധികം ഉണ്ട്. ഇല്ലാതെ ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എഫോർട്ട് എടുത്തിട്ട് നമ്മൾ എഫോർട്ട് എടുക്കണം. മാക്സിമം പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അത്യാവശ്യം എന്താണ് നമ്മള് എക്സാമ്പിളൊക്കെ വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ഓക്കെ ആണോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? പിന്നെ ചില ചാപ്റ്ററുകൾ ഒത്തിരി ടഫ് ഉള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. അതനുസരിച്ചിട്ട് നമ്മൾ എഫോർട്ട് എടുക്കുക അല്ലെ? ചില കാര്യങ്ങൾ നമുക്ക് മാക്സിമം അതിനുള്ള കാര്യങ്ങൾ തന്നെ പറയാൻ പറ്റുള്ളൂ അല്ലേ? അത് മാക്സിമം എളുപ്പം രീതിയിലോട്ടാണ് എത്തിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ ക്ലാസ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ക്ലാസ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്തെങ്കിലും പറയാം. ക്ലിയർ ഓക്കെ ആണോ? ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഓക്കെ ആണ്. ഇത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ക്ലാസ് ഒരു അരമണിക്കൂർ കൂടി, കുറച്ച് ടൈം കൂടി മിസ്സായിരിക്കും കണ്ടിന്യൂ ചെയ്തെടുക്കുന്നത്. ഓക്കെ, കുഴപ്പമുണ്ടോ? ബോറിംഗ് ഉണ്ടോ? അടുത്തൊരു കുറച്ച് ടൈം കൂടി ഉള്ളു. ഒരുപാട് നേരം എടുത്ത് ബോർ ആക്കുന്നില്ല. അപ്പൊ ഇനി പുതിയൊരു ചാപ്റ്റർ ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിക്ക് മുന്നേ വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ഓക്കെ,
ചാപ്റ്റർ ഒന്ന് പറഞ്ഞിട്ട് ഒന്ന് ബ്രേക്ക് തരാം. ഓക്കെ, ഇത് നമ്മള് മൂന്നാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ എടുത്തത്, പേഷ്യൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ എടുക്കാൻ പോകുന്നത് ഫിഫ്ത് ചാപ്റ്റർ ആണ്, മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റില് പേജ് കൊണ്ട് എടുത്തൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം, മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ദെൻ വേണമെങ്കിൽ നമുക്ക് ഒരു 5 മിനിറ്റ്സ് 5 മിനിറ്റ്സ് ബ്രേക്ക് തരാം. ഓക്കെ, ബ്രേക്ക് വേണോ? കണ്ടിന്യൂസ് കേട്ടോണ്ടിരുന്നാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ദെൻ ആദ്യം ബ്രേക്ക് കഴിഞ്ഞിട്ട് പോകരുതും 5 മിനിറ്റ്സ്, ദെൻ ഒരു 8 മിനിറ്റ്സ് ആണെങ്കിൽ നമുക്ക് ബ്രേക്ക് എടുക്കാം. ദെൻ പുതിയൊരു ക്ലാസ് പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോകും. ഓക്കെ, എത്ര പേരുണ്ടെന്ന് ഞാൻ എണ്ണമൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. ബ്രേക്ക് കഴിഞ്ഞിട്ട് ആ വഴി ആരും പോകരുത്. ഓക്കെ, ബ്രേക്ക് എടുക്കും. ഫ്രഷ് ആയിട്ട് വരാം കേട്ടോ, പുതിയ ചാപ്റ്റർ ആണ്.
ഓക്കെ, ബ്രേക്ക് കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു വന്നോ? ഓക്കെ, എണ്ണത്തിന് കുറവുണ്ടോ? ഓക്കെ, നോക്കാം. പുതിയ ചാപ്റ്റർ ആണ് കേട്ടോ. ചാപ്റ്റർ 5 മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, നമുക്ക് എന്താണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് നോക്കാം. മെയിൻ്റനൻസ്. എന്താണ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്? നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള കാര്യമാണ്. ഹോസ്പിറ്റലിൽ മാത്രമാണോ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളത്? ആണോ? അല്ല അല്ലേ? മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലും മെയിൻ്റനൻസ് പരിപാടികളൊക്കെ ചെയ്യാറുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ വീട്ടിൽ മെയിൻ്റനൻസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്? അറ്റകുറ്റപ്പണികളെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? മലയാളത്തിൽ നമുക്ക് പറയാം അല്ലെ? അതായത് ഇപ്പോ എന്തെങ്കിലും ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യാറുണ്ട് അല്ലെ? മെയിൻ്റനൻസ്. ഇതുപോലെ ഏതെങ്കിലും എക്യുപ്മെന്റ് വർക്ക് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങളൊക്കെ എന്തെങ്കിലും റിപ്ലേസ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് നന്നാക്കാനൊക്കെ കൊടുക്കുക അല്ലെ? അങ്ങനെയുള്ള കുറെ അറ്റകുറ്റപ്പണികൾ നമ്മൾ നോർമലി നമ്മുടെ വീടുകളിലൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ നോക്കുന്നത് ഹോസ്പിറ്റലിലെ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചാണ് അല്ലെ? അപ്പോ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നമുക്കറിയാലോ, അവിടെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു ഗാലക്സി ഓഫ് ആക്ടിവിറ്റീസ് ആണ് അവിടെ നടക്കുന്നത്. അവിടെ ഒത്തിരി എക്യുപ്മെന്റ്സുകൾ പ്രവർത്തിക്കുന്നുണ്ട്. സോ ഇതിനെല്ലാം മെയിൻ്റനൻസ് ആവശ്യമാണ് അല്ലെ? നമ്മൾ മെഡിക്കൽ ഗ്യാസ് ഒക്കെ പഠിച്ചപ്പോൾ പഠിച്ചില്ലേ നിങ്ങള്? മെയിൻ്റനൻസ് നടത്തണം, മെയിൻ്റനൻസിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ ഓരോ സെക്ഷനിലും നമ്മൾ അവിടെ മെയിൻ്റനൻസ് പരിപാടികളൊക്കെ ചെയ്യാറുണ്ട് അല്ലെ? അപ്പോ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ട് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. നമ്മൾ പഠിച്ചു ലോണ്ടറി, അതുപോലെ ഹൗസ് കീപ്പിംഗ്, റേഡിയോളജി, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അതുപോലെ തന്നെയാണ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് എല്ലാ ഹോസ്പിറ്റലുകളിലും അവൈലബിൾ ആണ് അല്ലെ? അപ്പോ ഈ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിൽ അവിടെയുള്ള സ്റ്റാഫുകളുണ്ട്. ഈ മെയിൻ്റനൻസ് വർക്കുകൾ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യുന്ന സ്റ്റാഫുകൾ, സ്ഥിരം ജോലിക്കാരുണ്ട്. അപ്പൊ ഓരോ ഏരിയകളിലും ഹോസ്പിറ്റലിന്റെ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ഓപ്പറേഷൻ തിയേറ്ററിലും ലബോറട്ടറിയിലാണെങ്കിലും അവിടുത്തെ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യാനായിട്ടുള്ള സ്റ്റാഫുകളും ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ചാപ്റ്ററിലേക്ക് കടക്കാം. നോക്കാം കേട്ടോ. സിമ്പിൾ ആണ്, മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ഹോസ്പിറ്റൽസ് ആർ one of those facilities we cannot live without. ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാല് നമുക്ക് എല്ലാ ഫെസിലിറ്റികളും സേവനങ്ങളും സൗകര്യങ്ങളും തരുന്നതാണ്. We cannot live without. ഒരു ഹോസ്പിറ്റൽ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അല്ലെ? പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നില്ല, നമുക്ക് തന്നെ സ്വയം ചികിത്സകളൊക്കെ ആയിരുന്നു കൂടുതലും. പക്ഷെ ഇന്നത്തെ ലൈഫില് പലതരം അസുഖങ്ങള് നമ്മളുടെ ജീവിതത്തിന്റെ മാറ്റം വന്നപ്പോൾ അവിടെയും പലതരത്തിലുള്ള പുതിയ പുതിയ രോഗങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ തുടങ്ങി. അതിനുള്ള പുതിയ പുതിയ ട്രീറ്റ്മെന്റുകള്, സർജറികള്, മെഡിസിൻസുകളൊക്കെ വരാൻ തുടങ്ങി. സോ നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടായിട്ട് ഹോസ്പിറ്റലിൽ ഇപ്പൊ മാറിയിരിക്കുകയാണ്. സോ ഒരു ഹോസ്പിറ്റലിലാണ് നമുക്ക് ജീവിക്കാൻ പറ്റില്ലാത്ത സിറ്റുവേഷൻസിൽ എത്തിയിരിക്കുന്നു. We expect them to always be able to deliver a sufficient level of service. ഹോസ്പിറ്റലിന് എല്ലായ്പ്പോഴും സേവനങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ? ഏതൊരു സാഹചര്യത്തിലും ഹോസ്പിറ്റലിൽ സേവനങ്ങൾ എപ്പോഴും ചെയ്യാൻ സാധിക്കുന്നു. However, that holds true only if hospital and facility managers give proper attention to hospital maintenance. So അതിനാൽ എന്താണ് ഹോസ്പിറ്റലും അതുപോലെ തന്നെ ഫെസിലിറ്റി മാനേജ്മെന്റും ഹോസ്പിറ്റലിന്റെ മെയിൻ്റനൻസ് വർക്കുകൾ ശരിയായിട്ടുള്ള രീതിയിൽ ശ്രദ്ധ കൊടുക്കണം അല്ലേ? നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് ഫുൾ ടൈം വർക്കിംഗ് ആണ് അല്ലെ? പേഷ്യൻസിനും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് സമയത്തും സേവനം നൽകുന്ന ഒരു ഫെസിലിറ്റി തന്നെയാണ് ഹോസ്പിറ്റല്. സോ ഹോസ്പിറ്റലിന്റെ മെയിൻ്റനൻസ് വർക്കുകൾക്ക് ശ്രദ്ധ കൊടുക്കണം. അവിടെയുള്ള പ്രവർത്തനങ്ങളൊക്കെ എന്താണ് എക്യുപ്മെന്റ്സിലൊക്കെ പ്രവർത്തിച്ചാലല്ലേ അവിടെ വർക്ക് നടക്കുള്ളൂ. സോ അതിനാൽ തന്നെ ഹോസ്പിറ്റലിലെ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിന് കുറച്ച് ശ്രദ്ധ കൊടുക്കണം. ഓക്കെ. Despite the downtime, equipment failure and other asset issues can heavily disrupt workflows in any industry. ഒരു ഇൻഡസ്ട്രിയില് ഏതൊക്കെ സ്ഥാപനത്തില് എന്താണ് പ്രവർത്തനരഹിതമായിട്ടുള്ള സമയം, അതായത് ഡൗൺ ടൈം, ഇപ്പോ എക്യുപ്മെന്റ്സ് വർക്ക് ചെയ്യണില്ല അല്ലെങ്കിൽ ചിലപ്പോൾ കറണ്ട് ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ ഡൗൺ ടൈം, അതായത് പ്രവർത്തനരഹിതമാവുകയോ
അല്ലെങ്കിൽ ഉപകരണങ്ങളൊക്കെ ഫെയിലിയർ ആയി പോകുന്ന ഒരു അവസ്ഥ വരിക, അല്ലെങ്കിൽ അവിടുത്തെ മറ്റ് അസറ്റ്സുകൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരിക. അങ്ങനെ വരുമ്പോൾ വ്യവസായത്തിലെ വർക്ക് ഫ്ലോ തടസ്സപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലാണെങ്കിൽ അവിടെ കറണ്ട് ഇല്ല, അപ്പൊ ജനറേറ്ററും പ്രവർത്തിക്കുന്നില്ല, കറണ്ട് ഇല്ല, അവിടുത്തെ എക്യുപ്മെന്റ്സ് ഒക്കെ ഫെയിലിയർ ആണ്. ഇങ്ങനെ വരുമ്പോൾ അവിടുത്തെ വർക്ക് ഫ്ലോ നന്നായിട്ടായിരിക്കും പോകുന്നത്. ആണോ? ഇല്ല അല്ലേ? ഇവിടെ പ്രവർത്തനരഹിതമാകും അല്ലെ? അപ്പൊ നല്ല രീതിയിൽ അത് വർക്ക് ചെയ്താൽ മാത്രമേ അവിടെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. If the context of hospital, they are literally the line between life and death. അല്ലെ? ഇവിടെ ഹോസ്പിറ്റലിന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് ഒരു ലൈനാണ്, ജീവിതത്തിനും മരണത്തിനും കിടക്കുന്ന ഒരു ലൈനായിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിന് ഡിനോട്ട് ചെയ്യുന്നത് അല്ലെ? നമുക്കറിയാം ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു ലൈഫ് സേവിംഗ് ആയിട്ടുള്ള ഒരു എന്താ നമുക്കറിയാം, അതിനുള്ള ഒരു ഫെസിലിറ്റിയാണ് ഹോസ്പിറ്റൽ നമുക്ക് നൽകുന്നത്. സോ ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു ലൈൻ ആയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിനെ കണക്കാക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് നമുക്ക് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അടുത്ത പാരഗ്രാഫ് നോക്കാം. ഫോർച്ചുനേറ്റ്ലി പ്രോബ്ലംസ് വിത്ത് physical assets and infrastructure are avoidable by following best practices and using maintenance software to organize and streamline all aspects of maintenance work. Fortunately, ഭാഗ്യവശാൽ എന്താണ്, problems with physical assets and infrastructure are avoidable. അതായത് എന്താണ്, ഫിസിക്കൽ ആയിട്ടുള്ള മറ്റ് അസറ്റ്സുകളും, ഫിസിക്കൽ ആയിട്ടുള്ള അറിയാലോ, മറ്റു വസ്തുക്കളും എക്യുപ്മെന്റ്സുകളും അങ്ങനെയുള്ള വസ്തുക്കളും, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറുകള്, ഉപകരണങ്ങൾക്കുള്ള പ്രശ്നങ്ങള്, മെയിൻ്റനൻസ് ജോലിയുടെ എല്ലാ വശങ്ങളും, അതായത് കൃത്യമായിട്ട് മെയിൻ്റനൻസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട്, മെയിൻ്റനൻസ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളമാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഏതൊക്കെയാണ് ചെയ്യേണ്ട മെയിൻ്റനൻസ് പ്രവർത്തനങ്ങള്, ഇതെല്ലാം ഉൾക്കൊള്ളിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് മെയിൻ്റനൻസ് സോഫ്റ്റ്വെയർ. സോ മെയിൻ്റനൻസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിലെ എല്ലാ ജോലികളുടെയും വശങ്ങളെയൊക്കെ തിരിച്ചറിയാനും അതൊക്കെ ഒന്ന് ഓർഗനൈസേഷൻ ചെയ്യാനും, ഇങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചറിന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എക്യുപ്മെന്റ് ഫെയിലിയർ ഒക്കെ ആവുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച്. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഏതൊക്കെയാണ് മെയിൻ്റനൻസ് പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത് മനസ്സിലാക്കിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നു. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒരു എന്താണ് ഹോസ്പിറ്റലിലെ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓവറോൾ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞത്. അത് വായിച്ചു നോക്കാം കേട്ടോ, മനസ്സിലാക്കി വായിക്കാം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? നെക്സ്റ്റ് നോക്കാം. Why are hospitals so different from other buildings? ഹോസ്പിറ്റല് മറ്റു ബിൽഡിങ്സുകളിൽ നിന്നും വ്യത്യാസമുണ്ടോ? എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? എങ്ങനെയൊക്കെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഹോസ്പിറ്റൽ വ്യത്യാസമുണ്ട്. ഓക്കെ, എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ഹോസ്പിറ്റല് മറ്റു ബിൽഡിങ്ങിൽ നിന്നും?
ഡിപ്പാർട്ട്മെന്റ്സുകളുണ്ട് അല്ലെ, പല പല ഡിപ്പാർട്ട്മെന്റ്സുകളുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റ്സുകളും ഓരോരോ സേവനങ്ങളാണ് ചെയ്യുന്നത്. വേറെ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ? മറ്റു ബിൽഡിങ്സിൽ നിന്നുള്ള വ്യത്യാസം, ഒരു സ്ട്രക്ചറിനൊക്കെ വ്യത്യാസമുണ്ട്, ബിൽഡിങ്സുകൾക്ക് വ്യത്യാസമുണ്ട്, റൂംസുകൾക്ക് വ്യത്യാസമുണ്ട്. വേറെ എന്തൊക്കെയാണ്? എൻവിയോൺമെന്റിന് വ്യത്യാസമുണ്ട്. ഓക്കെ, ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കും. ഓക്കെ, നോക്കാം. From outside, most hospital buildings seem fairly peaceful and quiet. അല്ലെ, മറ്റ് പുറമേക്ക് നോക്കുമ്പോൾ മറ്റു ബിൽഡിങ്സിലേക്ക് അപേക്ഷിച്ചിട്ട് എന്താണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്, ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളരെ പീസ്ഫുൾ ആണ്, ക്വയറ്റ് ആയിരിക്കും. Upon closer examination, നമ്മള് കൂടുതലായി എക്സാമിനേഷൻ ചെയ്യുമ്പോൾ അത് ഭയങ്കര ക്വയറ്റും കാംഫുൾ ആയിരിക്കും. Then you will see that structure contains a complex mix of interacting parts like, അല്ലെ, അതായത് കോംപ്ലക്സ് മിക്സ് ഓഫ് ഇന്ററാക്ടിംഗ് പാർട്സ്, പല പല വ്യത്യസ്തങ്ങളായിട്ടുള്ള അല്ലെ, അതായത് ഒരു പല പല ഭാഗങ്ങളാണ് നിങ്ങൾ പറഞ്ഞ പോലെ പല പല ഡിപ്പാർട്ട്മെന്റുകൾ മിക്സ് ചെയ്തിട്ടുള്ള ഒന്നാണ് ഒരു ഹോസ്പിറ്റൽ ബിൽഡിംഗ് എന്ന് പറയുന്നത്. അല്ലെ, നോക്കാം ഇനി എന്തൊക്കെയാണ് ലൈക്ക് നോക്കാം കേട്ടോ. പല പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. എന്തൊക്കെയാണ് ഡിപ്പാർട്ട്മെന്റുകൾ നമുക്ക് പഠിച്ച കാര്യങ്ങളാണ്. ഡയഗ്നോസ്റ്റിക് അല്ലെ, ചികിത്സ, രോഗനിർണയത്തിനായിട്ടുള്ള ലബോറട്ടറി, അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റ്സുകളുണ്ട്. ഫാർമസി, നഴ്സറീസ്. നഴ്സറീസ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ? ഇവിടെ നഴ്സറീസ്, ഡയഗ്നോസ്റ്റിക് ഉണ്ട്, ഫാർമസി ഉണ്ട്, നഴ്സറീസ്. ആർക്കെങ്കിലും അറിയോ? അടുത്ത് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ നമ്മള് നഴ്സറീസ് ഉദ്ദേശിക്കുന്നത് മെഡിക്കൽ ടേമിൽ വരുമ്പോൾ ന്യൂ ബോൺ ബേബീസിനുള്ള കെയർ ഒക്കെ കൊടുക്കുമല്ലോ, ആ ഒരു ഇത് കൂടി നഴ്സറീസിൽ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ന്യൂ ബോൺ ബേബീസ് ഉണ്ടല്ലോ, ന്യൂ ബോൺ ബേബി കെയറിങ്ങിനായിട്ടുള്ള ഇപ്പൊ NICU ഒക്കെ പോലുള്ള സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റുകൾ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ അതാണ് നഴ്സറീസ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ബേബീസിന് വേണ്ടിയിട്ടുള്ളതാണ്. ക്ലിനിക്കൽ ലബോറട്ടറീസ്, ഓൾറെഡി നമുക്കുള്ള ലബോറട്ടറീസ്. ഇമേജിംഗ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് നിങ്ങൾ പഠിച്ചതാണല്ലോ. ഇമേജിംഗ് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്സ് ഏതൊക്കെയാണ്? എക്സ്റേ, MRI, റേഡിയോളജി. ഓക്കെ, ട്രീറ്റ്മെന്റ് ആണ് എമർജൻസി റൂം, ട്രീറ്റ്മെന്റും എമർജൻസി റൂമുകള്. സർജറി ഹാൾസ്, ഓപ്പറേഷൻ തിയേറ്റർ പോലുള്ള. ഫുഡ് സർവീസസ്, ക്യാൻറ്റീനും പറ്റും. അതുപോലെ ഹൗസ് കീപ്പിംഗ് സർവീസസ്. ഇൻപേഷ്യന്റ് ഹൗസിംഗ്, അഡ്മിറ്റഡ് ആയിട്ടുള്ള ആ ഒരു വാർഡ് തലം, ആ ഒരു ഡിപ്പാർട്ട്മെന്റ്സുകൾ. ഓക്കെ, ഇത്രയുമാണ് ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, although this sounds and many more, ഇതെല്ലാം ഇതിൽ കൂടുതലും എന്താണ് പറയുന്നത്, അത്യാവശ്യം ഒരു ഡിപ്പാർട്ട്മെന്റ്സുകളാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. Then although this sounds like quite a handful already, that's not all. Each of these units is subject to a unique set of strict operating procedures that are regularly monitored by regulatory authorities. Okay, അപ്പോ ഈ യൂണിറ്റുകൾ നമ്മൾ പറഞ്ഞ പല പല ഡിപ്പാർട്ട്മെന്റ്സുകളുണ്ട്. ഈ യൂണിറ്റുകൾ ഓരോന്നും നിയന്ത്രണ രീതികളുണ്ടെന്ന്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഇപ്പൊ ഹൗസ് കീപ്പിംഗ് ആണെങ്കിൽ അവിടെ ഒരു സൂപ്പർവൈസറും നിയന്ത്രിക്കാനായിട്ട് ആൾക്കാരൊക്കെ ഉണ്ടാകും. ലബോറട്ടറി ആണെങ്കിലും അവിടെ ഒരു ഡയറക്ടർ ഉണ്ട്, ഡയറക്ടറുടെ കീഴില് ഡയറക്ടറുടെ കീഴിൽ എന്താണ് അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ട്. അല്ലെ, നമ്മൾ പഠിച്ചില്ലേ, ഓർമ്മയുണ്ടോ? ആ ടേബിൾ പഠിച്ചത്, ലബോറട്ടറിയുടെ ചാപ്റ്ററിൽ ടേബിൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? യെസ് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു ഓരോ വ്യക്തികളുണ്ട്, ഡയറക്ടർ ഉണ്ട്, അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ടാവും, ക്ലിനിക്കൽ ഓഫീസർ ഉണ്ടാകും, MLT ഉണ്ടാകും. അല്ലെ, അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിലും എന്താണ് പറയുന്നത്, ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോ വിഭാഗമായിട്ടാണ് അല്ലെ, അല്ലെങ്കിൽ ഓരോരുത്തരും നമ്മൾ ഒരു റെഗുലേറ്ററി നിയന്ത്രിക്കുന്നുണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിലും. സോ ഇവിടെ പറയുന്നത് ഓരോ ഡിപ്പാർട്ട്മെന്റും ഓരോന്നിന്റെ നിയന്ത്രണത്തിന് കീഴിൽ വരുന്നു അല്ലെ. അപ്പൊ അതിന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ആ ഒരു സ്ട്രിക്റ്റ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉപയോഗിച്ചിട്ടാണ് ഓരോ ഡിപ്പാർട്ട്മെന്റുകളും പ്രവർത്തിക്കുന്നത്. ഈ ഓരോ ഡിപ്പാർട്ട്മെന്റിനും മോണിറ്റർ ചെയ്യുന്നത് റെഗുലേറ്ററി അതോറിറ്റീസ് ആണ്. അതുപോലെ സൂപ്പർവൈസർ ഉണ്ടാവാം, ഡയറക്ടർ ഉണ്ടാകാം. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും നിയന്ത്രിക്കുന്നത് ഓരോ റെഗുലേറ്ററി അതോറിറ്റീസ് ആയിരിക്കും. ഓക്കെ, then organizing maintenance work around 24/7 service.
ഒരു ഹോസ്പിറ്റലിലെ മെയിൻ്റനൻസ് വർക്ക് എന്ന് പറയുന്നത് 24x7 ഓൾ ടൈം എപ്പോഴും അവൈലബിൾ ആണെന്ന്. ഇപ്പൊ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റാഫുകളാണെങ്കിൽ ഡേ ഷിഫ്റ്റിലുള്ളവരുണ്ടാവാം, നൈറ്റ് ഷിഫ്റ്റിൽ കയറുന്നവരൊക്കെ ഉണ്ടാവാം സ്റ്റാഫുകൾ. ഓക്കെ, സോ അത് ഫുൾ ടൈം ഒരു വർക്കിംഗ് ആണെന്നാണ് പറയുന്നത്. Walk into hospital at any hour, day or night, and there is no important activities going on. ഈ ഹോസ്പിറ്റലില് പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഏത് സമയങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. പകലാണെങ്കിലും മിഡ് നൈറ്റിലാണെങ്കിലും ഡേ ഓർ നൈറ്റിലാണെങ്കിലും എല്ലാ പ്രധാന പ്രവർത്തനങ്ങളും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. അതായത് ഇപ്പോ സർജറി ആണെങ്കിലും നൈറ്റിൽ നടക്കുന്നുണ്ട്, പകൽ മാത്രമല്ലല്ലോ. അപ്പൊ അവിടെ എക്യുപ്മെന്റ്സുകളും മറ്റും പ്രവർത്തിക്കുന്നുണ്ട്. വാക്സിൻ എടുക്കാനോ MRI എടുക്കാനോ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ എപ്പോ വേണമെങ്കിലും ഹോസ്പിറ്റലിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനാൽ എപ്പോഴും മെയിൻ്റനൻസ് വർക്ക് അവിടെ ആവശ്യമാണ്. ക്ലിയർ ആയോ? എപ്പോഴും വർക്കിംഗ് ആണെന്ന്, അതായത് എല്ലാ എക്യുപ്മെന്റ്സും എപ്പോഴും ഫുൾ ടൈം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സോ അതിനാൽ എന്താണ് 24x സർവീസസ് മെയിൻ്റനൻസും ആവശ്യമാണ്. അതുവരെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. വയാർ ഹോസ്പിറ്റൽ ഡിഫറെന്റ് ഫ്രം അതർ ബിൽഡിംഗ്സ് തുടങ്ങിയിട്ട് ഈ ഒരു ഇവിടെ വരെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇവിടെ വരെ ഗോയിങ് ഓൺ, അവിടെ വരെ ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? അപ്പൊ നമ്മള് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ്. വീണ്ടും ഇതിന്റെ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. മതിയോ? ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ ബാക്കി നമുക്ക് ഇത് കണ്ടിന്യൂഷൻ എടുക്കാം. ഓക്കെ, ഒരുപാട് ബോറായിട്ട് ബോറിംഗ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇവിടുത്തെ ക്ലിയർ ആണോ? മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിലെ മെയിൻ്റനൻസ് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ജസ്റ്റ് നമ്മൾ തുടങ്ങി വെച്ചിട്ടുള്ളൂ, ബാക്കി അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് പറയാം. ഓക്കെ, ഇവിടുത്തെ അത്രയും നന്നായിട്ട് വായിക്കാം, മിസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കൃത്യമായിട്ട് കാണാം. ഓക്കെ ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കില്ല കേട്ടോ, കാരണം മിസ് കുറച്ച് കണ്ടിന്യൂ ചെയ്ത് എടുത്തതാണ്. അടുത്ത ക്ലാസ് ഉണ്ടായിരിക്കില്ല, പക്ഷെ കുറച്ച് ഭാഗം എടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു.